അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. ഹരി ഓം. കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീമദ് ഭാഗവതം ഒരു വെറും മഹാപുരാണമല്ല, ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണെന്ന് പൂജ്യസ്വാമിജി ഇവിടെ പറഞ്ഞു. അത് അടിവരയിട്ട് പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ ശാസ്ത്രഗ്രന്ഥത്തിൽ കളയാനായിട്ടൊന്നുമില്ല. ഉള്ളൂർ പരമേശ്വരയ്യരോട് ഭാഗവതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ശ്രീ ശുകബ്രഹ്മർഷി പണ്ട് 7 നാൾ പരീക്ഷത്തിൻ പ്രാശനം നിവർത്തിച്ച പഞ്ചാരപ്പാൽപായസം. പഞ്ചാരപ്പാൽപായസത്തിൽ എന്തെങ്കിലും കളയാനുണ്ടോ? കരിവേപ്പിലയുണ്ടോ? കളയാനൊന്നുമില്ല, കൊള്ളാനേ ഉള്ളൂ, തള്ളാൻ യാതൊന്നുമില്ല. എത്ര പ്രസക്തമാണ് സ്വാമിജിയുടെ ആ സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണ്. പുരാണ ലക്ഷണങ്ങൾ പോരാ, മഹാപുരാണ ലക്ഷണങ്ങൾ പോരാ, സത്യമാണ്. സാധാരണ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ആളുകളെ സംബന്ധിച്ച് യോഗം, ക്ഷേമം, രണ്ട് കാര്യങ്ങൾ, അക്വിസിഷൻ ആൻഡ് പ്രിസർവേഷൻ. യോഗം തൻ്റെതല്ലാത്തത് നേടുക, ക്ഷേമം അത് നിലനിർത്താൻ ശ്രമിക്കുക. അതിലൂടെ സുഖം നേടാം, ശാന്തി നേടാം, സെക്യൂരിറ്റി നേടാം എന്നൊരു ധാരണയിലാണ് മനുഷ്യർ. അതിന് വേണ്ടത്ര ശ്രമിച്ച് ഒരു കൂട്ടർ മനസ്സിലാക്കി എക്സ്റ്റേണൽ സെറ്റപ്പ് മാറ്റിക്കൊണ്ട്, ചുറ്റുപാടുകൾ മാറ്റിക്കൊണ്ട്, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ആരോഗ്യം കൂട്ടിക്കൊണ്ട് മാത്രം അക്വിസിഷൻ കൊണ്ടോ പ്രിസർവേഷൻ കൊണ്ടോ ഒരിക്കലും നിത്യശാന്തി കിട്ടില്ല. അതെല്ലാം കണ്ടീഷണലാണ്. കിട്ടും, ചില കംഫേർട്സ് കിട്ടും, കുറേ സൗകര്യങ്ങൾ കിട്ടും, ഇല്ലെന്നല്ല. പക്ഷേ ലാസ്റ്റിംഗ് പീസ്, അൺകണ്ടീഷണൽ പീസ്, അൺകണ്ടീഷണൽ സെക്യൂരിറ്റി ഇതുകൊണ്ട് നേടാനാവില്ല. എത്രയോ ജനറേഷൻസിന്റെ അനുഭവമാണ്. ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ്. പിന്നെ എന്തുകൊണ്ടേ സാധിക്കൂ? ബൈ കറക്റ്റിംഗ് അവർ വിഷൻ. നമ്മുടെ വീക്ഷണത്തിൽ വേണം മാറ്റം വരുത്താൻ, ചുറ്റുപാടിലല്ല. നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ പ്രതികരണത്തിൽ. അതെങ്ങനെ വരും? അറിവുകൊണ്ട് മാത്രമേ കിട്ടൂ. യഥാർത്ഥ അറിവുകൊണ്ട് മാത്രമേ വീക്ഷണത്തിൽ മാറ്റം. ഇതിന്റെ പേരാണ്, ഈ രീതി സമ്പ്രദായത്തിന്റെ പേരാണ് ആധ്യാത്മികത അഥവാ സ്പിരിച്വാലിറ്റി അഥവാ ഫിലോസഫി. ഇത് നമുക്ക് വേണ്ടതല്ലേ? അല്ലേ? പറയൂ, നമുക്ക് വേണോ ഇത്? വിദ്യാഭ്യാസത്തിൽ, ഫോർമൽ എഡ്യൂക്കേഷനിലും സർക്കാരിന്റെ എല്ലാ പബ്ലിസിറ്റിയിലും കാണുക, വരുമാനം കൂട്ടി സുഖം നേടൂ, കൂടുതൽ പാലങ്ങൾ പണിയാം, കൂടുതൽ ആശുപത്രികൾ പണിയാം, കൂടുതൽ യൂണിവേഴ്സിറ്റികളാവാം, കൂടുതൽ എയർപോർട്ട്സ് ആകാം, പല സൗകര്യങ്ങൾ. അതൊക്കെ വേണ്ടത് തന്നെയാണ്, വേണ്ട എന്നല്ല, അതൊക്കെ വേണം. അതുകൊണ്ട് മാത്രം അൺകണ്ടീഷണൽ പീസ്, അൺകണ്ടീഷണൽ സെക്യൂരിറ്റി, അൺകണ്ടീഷണൽ ഹാപ്പിനെസ് ഒരിക്കലും കിട്ടില്ല. കിട്ടിയാലും അത് ലാസ്റ്റിംഗ് ആവില്ല. ഇത്രയും പറഞ്ഞത് മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രമാണ്. പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. ചെയ്ത് നേടേണ്ടതല്ലിത്. ഈ അറിവ് സിദ്ധമാണ്, ജന്മനാ സിദ്ധമാണ്. പിന്നെ എന്തേ വേണ്ടൂ? അതിനെ ആവരണം ചെയ്തിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കണം, ഇംപ്യൂരിറ്റീസ് റിമൂവൽ, ഇത്രയേ വേണ്ടൂ. എല്ലാവർക്കും ജന്മന ഈ അറിവുണ്ട്, സൃഷ്ടിയോടൊപ്പം തന്നെയുണ്ട്. പക്ഷേ മാലിന്യം വന്നു കൂടിയിരിക്കണു, അതിനെ നീക്കണം, അജ്ഞാന ആവരണത്തെ നീക്കണം. ഇല്ലാത്തത് കൊണ്ടല്ല, പായൽ മൂടികൊണ്ട് ആ വെള്ളം അവൈലബിൾ ആവുന്നില്ല. ഇത് അവൈലബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ആ പായലിനെ നീക്കണം. നമുക്ക് വന്നുപോയിട്ടിരിക്കുന്ന പായൽ ഈ അജ്ഞാന ആവരണമാണ്. ഇതിനു വല്ല പരിഹാരമുണ്ടോ? ഉണ്ട്. ഭാഗവതത്തിന് പറയാനുള്ള അത് മാത്രമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഭാഗവതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ ഒരേ ഒരു ടോപ്പിക്കാണ്. അജ്ഞാന ആവരണ നിവൃത്തി, ആഘാത നിവൃത്തി, പാരവശ്യ നിവൃത്തി, ഫ്രീഡം ഫ്രം ഷോക്ക്, ഫ്രീഡം ഫ്രം ഹെൽപ്ലെസ്നെസ്, ദക്ഷതാപ്രാപ്തി,
എഫിഷ്യൻസി ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ ഓൾ റെസ്പെക്ട്സ്. ഇത് തന്നെയാണ് ഭാഗവത്തിന് പറയാനുള്ള, വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ ഒന്നുകൊണ്ടേ സാധിക്കൂ, ആത്മജ്ഞാനം കൊണ്ടല്ലാതെ സാധ്യമല്ല. മറ്റെല്ലാം പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റാണ്, തൽക്കാലം ഫസ്റ്റ് എയ്ഡ്, പെർമനന്റ് ക്യൂർ. അത് ഈ ആത്മജ്ഞാനത്തിന് മാത്രമേ തരാം. ഏത് ടോപ്പിക് എടുത്ത് പരിശോധിച്ചോളൂ, ആത്മജ്ഞാനത്തിനല്ലാതെ മറ്റൊന്നിനും ഇത് സാധ്യമല്ല. ഭാഗവതത്തിലെ 10 സ്കന്ധങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് റിലിജിയനാണ്, വേദപൂർവമാണ്, കഥാരൂപത്തിൽ. തത്വങ്ങൾ തന്നെയാണ് പറയുന്നത് കഥാരൂപത്തിൽ. ഏകാദശ സ്കന്ധം അതല്ല, അത് മുക്തിസ്കന്ധമാണ്. അത് ഡീൽ ചെയ്യുന്ന മുഴുവൻ ഫിലോസഫിയാണ്, സ്പിരിച്വാലിറ്റിയാണ്. റിലിജിയൻ ഡീൽസ് വിത്ത് ആചാരാനുഷ്ഠാനങ്ങൾ, സത്കർമാണി, സദ്ഭാവനാഹ, സത്മൂല്യങ്ങൾ. ഈ 3 ടോപ്പിക്കാണ് വേദപൂർവ റിലിജിയൻ. പ്രോപ്പർ ആക്ടിവിറ്റീസ്, റിച്വലിസ്റ്റിക് ആക്ടിവിറ്റീസ്, വാല്യൂസ്, എത്തിക്സ്, മൊറാലിറ്റി, പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്സ്, സദ്ഭാവനാഹ. ഈ 3 ടോപ്പിക്കാണ് വേദപൂർവ ഫസ്റ്റ് ഹാഫ് ഓഫ് വേദം ഡീൽ ചെയ്യുന്നത്. അതിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഭാഗവത്തിലെ 10 സ്കന്ധങ്ങൾ. മുക്തിസ്കന്ധം മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി, ഇതാണ് ലക്ഷണം. മുക്തി ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. സ്വരൂപ അവസ്ഥിതി, അബൈഡൻസ് ഇൻ അവർ ഓൺ ഹയർ ട്രൂ ഡയമെൻഷൻ. അവിടെ ഫിലോസഫിയാണ് ചർച്ചാ വിഷയം, സ്പിരിച്വാലിറ്റിയാണ് ചർച്ചാ വിഷയം, ആചാരാനുഷ്ഠാനങ്ങളല്ല. അതിന്റെ പ്രാധാന്യമുണ്ട്, അത് കഴിഞ്ഞു. ഇവിടെ വിഷൻ കറക്ഷൻ, ആറ്റിറ്റ്യൂഡ് കറക്ഷൻ, വീക്ഷണമാറ്റം. ഇതിന് മറ്റാരെയും ആശ്രയിക്കേണ്ട, നാം തന്നെ വിചാരിച്ചാൽ മതി നമ്മുടെ വീക്ഷണത്തിൽ മാറ്റം വരുത്താൻ, നമ്മുടെ സമീപനം. എന്തുകൊണ്ട്? യഥാദൃഷ്ടി തഥാ സൃഷ്ടി. സൃഷ്ടിയാണ് നമ്മളിപ്പോൾ കഷ്ടപ്പെടുത്തുന്നത്, ചുറ്റുപാടുകൾ. ആ ചുറ്റുപാടുകൾ നമ്മുടെ സൃഷ്ടിയാണ്, മറ്റാരുടെയും സൃഷ്ടിയല്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് നാം തന്നെയാണ്, മറ്റാരുമല്ല. പ്രോബ്ലം ഈസ് യു ആൻഡ് സൊല്യൂഷൻ ഈസ് യു. എന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിന് മുഴുവൻ റൂട്ട് കോസ് ഞാനല്ലാതെ മറ്റാരുമല്ല. ഉറപ്പിക്കണം. രാമൻ അധ്യാത്മരാമായണത്തിൽ ഇത് പറയുന്നുണ്ട്, വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് ലക്ഷ്മണനോട്. സുഖസ്യ ദുഃഖസ്യ നഗോപിദാത, സുഖസ്യ ദുഃഖസ്യ നഗോപിദാത, പരോദാതീതി കുബുദ്ധിരേഷ. മറ്റുള്ളവരാണ് ഇതിന് കാരണമെന്ന് ധരിക്കുന്നത് കുബുദ്ധിയാണ്. അഹം കരോമീതി വൃഥാഭിമാന, ഞാനാണെല്ലാം ചെയ്യുന്നത്, സെൻസ് ഓഫ് ഡുവർഷിപ്പ്. വൃഥാഭിമാന സ്വകർമ്മസൂത്രഗ്രഥിതോ ഹി ലോക. നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, ആ ബന്ധനത്തിലാണ് നാം കടന്നുഴലെന്ന് മുഴുവനും. ഇതിന് ഇംഗ്ലീഷിൽ ദയാനന്ദ സ്വാമിജി പറയും, പ്രോബ്ലം ഈസ് യു ആൻഡ് സൊല്യൂഷൻ ഈസ് യു. അദ്ദേഹം അങ്ങനെ ഒരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. ഇത്രയും ഉപക്രമമില്ലെങ്കിൽ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കാനാവില്ല. ഏകാദശ സ്കന്ധത്തിൽ 12-ാം അധ്യായമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത്രയേ ടൈമുള്ളൂ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സമയം ഭഗവാനാണ്, എടുത്ത് കളിക്കാനാവില്ല. വളരെ സൂക്ഷിച്ച് കൈകാര്യം. അപ്പൊ മുക്തിസ്കന്ധത്തിൽ 12 അധ്യായങ്ങളും സ്വതന്ത്രമായി മുക്തക സ്വഭാവത്തിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. ഇതിന് ശാസ്ത്രത്തിൽ സമസ്തം വ്യസ്തം എന്ന് പറയും. ആ ഓം സമസ്തമായിട്ടും വ്യസ്തമായിട്ടും പറയാം. ഈ 12 അധ്യായങ്ങളും ഒരുമിച്ചും കൈകാര്യം ചെയ്യാം. കാരണം ഒരു ത്രെഡുണ്ട്, ഒരു ചരടിൽ കോർത്താണ് പോകുന്നത്. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 12-ാം അധ്യായം വരെ എല്ലാം ഒരു ചരടിൽ കോർത്ത് പോകണം കൃത്യമായിട്ട്. അതേസമയത്ത് അതിനൊക്കെ ഇൻഡിപെൻഡന്റ് സ്വഭാവമുണ്ട്, സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പൊ 5-10 മിനിറ്റ് കൊണ്ട് ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ആദ്യം ഒന്ന് ബന്ധിപ്പിക്കാം. 2-ാം അധ്യായത്തിലാണ് ഭാഗവത ധർമ്മം ചർച്ച ചെയ്യുന്നത്. ജായന്തേ ഗീത, നവയോഗികളിൽ കവി എന്ന യോഗീശ്വരൻ ഭാഗവതധർമ്മം എന്താണെന്ന് പറയണം.
അതിൽ പറയുന്നുണ്ട് ഏകരൂപ ഭക്തി, ഇഷ്ടദേവതാ ഭക്തി. അടുത്ത ഘട്ടം വിശ്വരൂപ ഭക്തി അഥവാ അനേകരൂപ ഭക്തി. മൂന്നാമത്തെ ഘട്ടം അരൂപഭക്തി, അദ്വൈത ഭക്തി. ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇതര മതങ്ങളിൽ പറയും ഒരു ഭഗവാനെ ആരാധിക്കണം, ഒരു ഈശ്വരനേ ഉള്ളൂ, പലതില്ല. ഹിന്ദു മതത്തിൽ പലതുണ്ട്. നാം പറയുന്നത് പലതുണ്ടെന്നല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. പലതുണ്ടെന്നാണോ പറയുന്നത്? അല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഭഗവാൻ എന്നല്ല പറയണത്. ശരിക്കും മനസ്സിലാക്കൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ ഉണ്ടായതാണ്, വളർന്ന് തളർന്ന് നശിക്കുന്നതാണ്. വളരാതെ തളരാതെ നശിക്കാതെ എന്നും ഉള്ളത് ഭഗവാൻ മാത്രം. ഒന്നുള്ളതാണ്, അതിനു നാശവുമില്ല, അതോട് ചേർന്ന് എന്നുമുണ്ടൊരു മഹത്തര ശക്തി നിൽപ്പൂ. സത്താകുമാ വലിയ ശക്തി സമസ്ത ലോകവിത്താണ്, അതിൻ പ്രകൃതിയാൽ കൃതമീ പ്രപഞ്ചം. ആ സർവേശ്വരൻ തന്നെയാണ് വിരിഞ്ഞു നിൽക്കുന്നത് വൈവിധ്യമാർന്ന പ്രപഞ്ചമായി, ഞാനും നിങ്ങളുമായി. അതാണ് തുടക്കത്തിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മായാമാനുഷവേഷം ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് ഉദ്ധവന് മനസ്സിലായി. തൻ്റെ നിഴൽമാതിരി നടന്ന ഉദ്ധവൻ. അപ്പം ഉദ്ധവൻ പറയുന്നു, എനിക്കത് സഹിക്കാനാവില്ല. ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഭഗവതുമായിട്ട് ഗ്രന്ഥബന്ധമുള്ളവർക്ക് എൻ്റെത് ക്ലാസ് പോലെ ഫോളോ ചെയ്യാം. കാരണം ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന ആളാണ്. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമവികേശവ ത്യക്തും സമുത്സഖേ നാഥ സ്വധാമനയമാമപി. 120 വർഷം നിഴൽ പോലെ ഭഗവാന്റെ കൂടെ നടന്ന ഉദ്ധവന് അത് സഹിക്കാനായില്ല. തൻ്റെ കുടുംബം തമ്മിലടിച്ച് ചാകുന്ന കണ്ടിട്ടും ഭഗവാൻ അത് തടഞ്ഞില്ല എന്ന് കണ്ടപ്പോഴാണ് ഉദ്ധവന് ബോധ്യം വന്നത്. എന്തോ ചില ഡെഫിനറ്റ് പ്ലാൻസ് ഉണ്ട്. കാലരൂപി അന്വമോദത എന്ന് പറയുന്നുണ്ട് മുമ്പ് തന്നെ. അതിന് ഭഗവാൻ മറുപടി പറയുന്നു, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വകാം. ത്വം തു സർവം പരിത്യജ്യ, എല്ലാം ത്യജിക്കൂ, എല്ലാം വിടൂ. ഇതുവരെ ഇൻവോൾവ്മെന്റ് ആയിരുന്നു, ഇനി വിഡ്രോവൽ. ഇതുവരെ അഭ്യുദയമായിരുന്നു ലക്ഷ്യം, ഇനി നിശ്രേയസ. പാർട്ടിസിപ്പേഷന്റെ സ്റ്റേജ് കഴിഞ്ഞു, ഷിഫ്റ്റ് യുവർ പ്രയോറിറ്റീസ്. ഇനി വിഡ്രോവലാണ്. ത്വം തു സർവം പരിത്യജ്യ, ത്യാഗം. മയ്യാവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വഗാം. അവിടെ ഒരു പ്രധാന ആശയം ഇനി പറയാൻ പോണ കംപ്ലീറ്റ് ഉദ്ധവഗീതയുടെ മർമ്മം ഗുളിക രൂപത്തിലിട്ടിട്ടുണ്ട്. യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം 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 ഗൃഹ്യമാണം ച വിധി മായാമനോമയം. നശ്വരം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നും സൃഷ്ടിയിലില്ല. എല്ലാം നിരന്തരം മാറും. മാറുമെന്നറിഞ്ഞിട്ടും മാറില്ല, 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 മാറാൻ സമ്മതിക്കില്ല, മാറരുത് എന്ന പ്രാർത്ഥനയും കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാം. മാറുമെന്ന് നല്ല ബോധ്യമുണ്ട്, എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു, ശശ്വന്നശ്വര. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന എന്താ? ഭഗവാനെ ദാ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെ പോവില്ല, ഇങ്ങനെ പോവില്ല, പോയില്ല തീർച്ച. എന്നിട്ടും നമ്മുടെ പ്രാർത്ഥന എന്താ? ഇങ്ങനെ അങ്ങോട്ട്, ഇങ്ങനെ പോവില്ല. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം. ഒന്നിനു മാത്രമേ മാറ്റമില്ലാതെയുള്ളൂ. അതിൻ്റെ പേരാണ് മാറ്റം. മാറ്റത്തിന് മാത്രം മാറ്റമില്ല, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്, നോട്ട് പീരിയോഡിക്കൽ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ. അത് ഉറച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, എല്ലാം മനസ്സിലാകും. അത് ഗുളിക രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. ശ്ലോക ഷൽക്കത്തിൽ ഒരു സൂചന തന്നു, അത്രയേ തന്നുള്ളൂ. ഉദ്ധവൻ പറയണു, ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. അതാണ് ഏറ്റവും വിഷമം, ത്യാഗം. കൊള്ളൽ എളുപ്പമാണ്, ഇത് ഉപേക്ഷിക്കൽ എളുപ്പമല്ല. സ്വീകരിക്കൽ എളുപ്പമാണ്, പരിഗ്രഹം. വിടുക എളുപ്പം.
വിടാനാവില്ല. പ്രത്യേകിച്ച് ഗൃഹസ്ഥന് സംസാരിക്കൊന്നും വിടാനാവില്ല. ഈവൻ ഗ്രോസ് ഒബ്ജക്ട്സ്. ആക്രിക്കാരൻ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാം കൊടുക്കാനുണ്ടെന്ന് തോന്നും, അവസാനം ഒന്നും കൊടുക്കാനുണ്ടാവില്ല, കുറച്ച് പൊടി മാത്രം ഉണ്ടാവും. ഒരിക്കലും വിടാനാവില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്രം എന്ത് പറയണു? ഹോൾഡ് ഓൺ ടു സംതിങ് ഹയർ, ഹുക്ക് ഓൺ ടു സംതിങ് ഹയർ, നോബിളർ, ഗ്രേറ്റർ. വിടാനാവില്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒന്നിൽ പിടിക്കൂ, അപ്പൊ താനേ ഇത് വിടും. ഒറ്റ വഴിയേ ഉള്ളൂ. ശ്രേഷ്ഠമെന്ന് ഉത്തമ ബോധ്യമുള്ള ഏതെങ്കിലും ഒന്നിൽ കയറി പിടിക്കൂ, വിടാതെ പിടിക്കൂ. ഹോൾഡ് ഓൺ. നാച്ചുറലി ഓൾ അതർ നോൺ എസെൻഷ്യൽ, ലെസ് എസെൻഷ്യൽ, അൺഇമ്പോർട്ടന്റ്, ലെസ് ഇമ്പോർട്ടന്റ് വിൽ നാച്ചുറലി ഗെറ്റ്സ് ഡ്രോപ്ഡ് ഓഫ്. അത്ര വിട്ടു. നമ്മളായിട്ട് വിടില്ല, അത് താനേ വിടും. അതിനെന്ത് വേണം? ശ്രേഷ്ഠമായാൽ പിടിക്കണം. ഇതേ വഴിയുള്ളൂ. റിനൗൺസിയേഷൻ, ത്യാഗം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ല, ഗ്രോസ് അല്ല, വിസിബിൾ അല്ല. റിനൗൺസിയേഷൻ ഈസ് ഓൾവേസ് ഇന്റേണൽ. അതൊരു ഭാവമാണ് ത്യാഗം. ത്യാഗം വളർന്നാണ് സന്യാസമാകുന്നത്. ത്യാഗം ഒരിക്കലും എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് അല്ല. ചായ കുടി നിർത്തി, നോൺ വെജിറ്റേറിയൻ നിർത്തി, സിഗരറ്റ് വലി നിർത്തി, ഇതൊന്നും ത്യാഗമല്ല. ത്യാഗം എന്താ? ഇന്റേണലാണ്, നോട്ട് എക്സ്റ്റേണൽ. റെഡിനെസ് ടു റെനൗൺസ് എനിത്തിങ് അറ്റ് എനി ടൈം. അതാണ് വൈരാഗ്യം, ഡിസ്പാഷൻ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ബുദ്ധിമുട്ടാണ്. എന്നിട്ട് തന്നെ സറണ്ടർ ചെയ്യണം. ശരണാഗതി. അർജുനൻ ഭഗവത്ഗീതയിൽ ശരണാഗതി ചെയ്ത് അതേ രീതിയാണ്. ശാധിമാം ത്വാം പ്രപന്നം, ത്വാം പ്രപന്നം മാം ശാധി. ഇവിടെ അതേമാതിരി പറയണു. നാരായണം നരസഖം ശരണം പ്രപദ്യേ, ശരണം പ്രപദ്യേ. എങ്ങനെയുള്ള ഞാൻ? സോഹം, അങ്ങനെയുള്ള ഞാൻ, ത്യാഗം സാധിക്കാത്ത ഞാൻ. മമാഹമിതി മൂഢമതിർവിഗാഢ. മമാഹം, അതാണ് ത്യജിക്കാൻ വിഷമം. ഞാൻ, എന്റേത്, എൻ പുത്രൻ, എൻ ജനകൻ, എൻ പ്രിയ, എന്റെ മാതാവൻ, പുത്തനാം ഭവനം. ഇതൊന്നും ഇടാനാവില്ല, എളുപ്പമല്ല. ഞാനൊന്നും എന്റെ ധനമെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ട്. ഇതൊന്നും ഇടാനാവില്ല, ഒരിക്കലും സാധ്യം. അവസാന നിമിഷം വരെ കൊണ്ടു നടക്കാം. ആണ് അവിടെ അർജുനൻ സറണ്ടർ ചെയ്തു. അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടി, എന്റെ പൂർവികൻ കുലകൂടസ്ഥൻ യദു ചക്രവർത്തി കാട്ടിൽ ചെന്നപ്പോ അവിടെ കണ്ടു ഒരു രംഗം. എല്ലാ പരിവാരങ്ങളോടുകൂടി പോയതാണ്. അവിടെ ഏകനായി ഒരു അവധൂതൻ, കൂടെ ഒന്നുമില്ല, ആരുമില്ല, എന്നിട്ടും പരമാനന്ദത്തിൽ ആറാടുന്നത് കണ്ടു. ഗംഗാംഭസ്തൈവദ്വിപഹ. ചൂടുകാലത്ത് നല്ല തണുത്ത ജലത്തിൽ മുങ്ങി നിൽക്കുന്ന ആനയെപ്പോലെ ആനന്ദത്തിൽ ആറാടും. ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ആനന്ദമില്ല. ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആനന്ദമുണ്ട്. അപ്പൊ ആനന്ദത്തിന്റെ റൂട്ട് കോസ് ഒന്നുമുള്ളതോ ഇല്ലാത്തതോ അല്ല. നിർധനോപി സദാതുഷ്ടോപ്യസഹായോ മഹാബല. നമ്മുടെ സെക്യൂരിറ്റിക്കുള്ള പാരാമീറ്റേഴ്സ് അല്ല ജ്ഞാനികൾക്ക്. നിർധനോപി, നമുക്ക് ധനമാണ് പ്രധാനം, അതിലാണ് ഉറപ്പ്. ഒന്നുമില്ലെങ്കിലും ആ മഹാനുഭാവൻ ആനന്ദത്തിൽ ആറാടി നിൽക്കും. നമസ്കരിച്ചിട്ട് ചോദിച്ചു ചെയ്തു, ഇതിനെന്താ, ഇതിന്റെ അടിസ്ഥാനം എന്താ ഈ ആനന്ദത്തിന്റെ? ആരാണ് അങ്ങയുടെ ഗുരു? പറയുമ്പോൾ സന്ധിമേ ഗുരോ രാജൻ. എന്റെ ഗുരു എന്ന് പറയുന്നത് ധാരാളം ഈ കാണുന്നതൊക്കെ ഗുരു തന്നെയാണ്. എലിജിബിലിറ്റി നാം നേടുകയേ വേണ്ടൂ, പാത്രത്വം. ഗുരുവിനെ അന്വേഷിച്ചു പോണ്ട. പൃഥ്വി, വായുരാകാശം, ആപോഗ്നി, ചന്ദ്രമാ, രവി. 24 ഗുരുക്കന്മാരെ പേരെടുത്തു പറഞ്ഞു. എൻ്റെ അർത്ഥം 24 എന്നല്ല, എത്രയോ ഉണ്ട്, ടു മെൻഷൻ എ ഫ്യൂ. അവസാനം എൻ്റെ ഗുരു എൻ്റെ ശരീരം തന്നെയാണ്. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുർബിഭ്രസ്മ സത്വനിധനം സതതാർത്യുതർക്കം. വിവേക വൈരാഗ്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ ശരീരമാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നമുക്കും ഇത് പഠിക്കാൻ ഈ ശരീരമേ വേണ്ടൂ. യജ്ഞ സംസ്കാരം പഠിക്കാൻ ഈ ശരീരം മാതിരി മറ്റൊരു ദൃഷ്ടാന്തമില്ല. ഈ ശരീരത്തിലെ അവയവങ്ങളുടെ കോപ്പറേറ്റീവ് എൻഡവർ, സഹകരണ ഭാവം നോക്കൂ. കൈ ആഹാരം ഉരുട്ടിത്തരണു, അത് കിട്ടുന്നത് എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും കിട്ടുന്നു, കൈക്ക് മാത്രമല്ല. ഓരോ അവയവവും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ശരീരം മുന്നോട്ട് പോകുന്നത്.
ഇത് തന്നെയാണ് നിത്യസംസ്കാരം. ഇതാണ് പ്രപഞ്ച നിയമം. അത് അലംഘനീയമാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ശരീരമാണ്. പാരക്യമിത്യവസിതോ വിചരാമി അസംഗ. ഈ ശരീരം പക്ഷെ എന്റേതല്ല. ഞാനിങ്ങനെ നടക്കുമ്പോൾ അഗ്നി ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ ഭക്ഷണമാണിവൻ. കൃമികീടങ്ങൾ ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും. ഏതായാലും ഭൂമിയിലേക്ക് പോകും. നമ്മുടേതാണെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒന്നും സത്യത്തിൽ ഞങ്ങളുടേതല്ല. മാത്രമല്ല, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുക്കൂട്ടിയ എല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് അപകടം നമ്മെ നോക്കി കൊഞ്ഞനം കാട്ടും. ഇതാണ് പട്ടുനൂൽ പുഴുവിൻ്റെ ചിത്രം. പട്ടുനൂൽ പുഴു തൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നൂല് കൊണ്ട് ചുറ്റി ചുറ്റി അവസാനം ആ നൂല് കാരണം ചൂടുവെള്ളത്തിലിട്ട് കൊലപ്പെടും, ചേർത്തു. അത് കഴിഞ്ഞാണ് ഉപദേശം തുടങ്ങണം. അതൊരു തുടർച്ചയുണ്ട്. ശരിക്ക് 10ാമത്തെ ദശകത്തിൽ പറയണു, നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേത്. ഇനി ഉദ്ധവ, ഷിഫ്റ്റ് ചെയ്യൂ പ്രയോറിറ്റി ഫ്രം പാർട്ടിസിപ്പേഷൻ ടു വിഡ്രോവൽ, ഫ്രം അഭ്യുദയം ടു നിശ്രേയസം, ഫ്രം പ്രേയസ് ടു ശ്രേയസ്, ഫ്രം അർത്ഥകാമം ടു ധർമ്മമോക്ഷം. അതിൻ്റെ സമയമായി. സ്വധർമ്മ ആചരണം ഒരിക്കലും വിടരുത്. അത് പറഞ്ഞ ഭഗവാൻ പിന്നീട് പറയണു, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ, നീ അതും വിടണം. എന്ത് വിടണം? രണ്ടും വിടണം എന്ന് പറഞ്ഞു. 12ാം അധ്യായത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് 11ാം അധ്യായത്തിൽ അവസാനം പറയും, പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ നോപായോ വിദ്യതേ സദ്ര്യങ് പ്രായണം ഹി സതാം അഹം. സതാം പ്രായണം അഹം ഹി. സജ്ജനങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ ഞാനാണെന്ന് മനസ്സിലാക്കൂ. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം? ഇതൊരു സാധാരണ സത്സംഗമാണ് ഈ ടോപ്പിക്ക് എന്ന് തോന്നും. ഇത് സാധാരണ സത്സംഗമല്ല. ഒരാൾ മൈക്കെടുത്ത് സംസാരിക്കുക, കുറച്ചുപേര് കേൾക്കുക, ശാസ്ത്ര ശ്രവണം ചെയ്യുക. ആ സത്സംഗം വളരെ പ്രയോജനപ്രദം തന്നെ, ശ്രേഷ്ഠം തന്നെ. ഏത് കരിക്കട്ടയും കനൽക്കട്ടയാക്കാനുള്ള കഴിവ് സത്സംഗത്തിനുണ്ട്, സമ്മതിച്ചു. ഇവിടെ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത് അതല്ല, അതിലും കുറച്ചും കൂടി കടന്ന. ഇത് തീവ്രതമ ഭക്തിയാണ് ഇവിടെ സത്സംഗം. ഇവിടെ സത്ത് ഉദ്ദേശിക്കുന്നത് സത്പുരുഷൻ എന്നല്ല, സദൈവ സൗമ്യതമഗ്രാസീത്, ബ്രഹ്മം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഇവിടെ സംഘം അറ്റാച്ച്മെന്റ് അല്ല, സംഘം തീവ്രതമ ഭക്തിയാണ്. ഇപ്പൊ എന്തു വന്നു സത്സംഗത്തിന്? ഇത് തീവ്രതമ ഈശ്വര ഭക്തിയാണ് ഇവിടെ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മനസ്സിലാവും ഇതിന്റെ പ്രമാണം? നോക്കൂ, ഭക്തിയോഗേന സത്സംഗേന. വെറും സത്സംഗേന എന്നല്ല പറഞ്ഞത്, രണ്ടും തൃതീയയിലാണ്. ഭക്തിയോഗേന സത്സംഗേന വിനാ. ഇതല്ലാതെ വേറെ മാർഗമില്ല. ന ഉപായ വിദ്യതേ അന്യത്. മറ്റൊരു ഉപായമില്ല. ഭക്തിയല്ലാതെ വേറൊരു വഴിയില്ല. അധേതത് പരമം ഗുഹ്യം. ഗുഹ്യം സാധാരണ സത്സംഗമാണെങ്കിൽ ഗുഹ്യം എന്ന് പറയണ്ട. അത് പോരാഞ്ഞിട്ട് സുഗോപ്യമഭിവക്ഷ്യാമി ത്വമേ ഭൃത്യ സുഹൃത് സഖാ. എന്തുകൊണ്ടാണ് നിനക്ക് ഞാനെന്ത് പറഞ്ഞായിരുന്നത്? നീ എൻ്റെ ഭൃത്യനാണ്, സുഹൃത്താണ്, സഖാവാണ്. ഈ 3 പറയാൻ എന്തേ കാരണം? നമുക്കൊക്കെ ഒരു റോള് മാറി അടുത്ത റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇത് വിടും. ആദ്യം കൂട്ടുകാരി, കളിക്കൂട്ടുകാരി, പിന്നെ കാമുകി. അപ്പൊ കളിക്കൂട്ടുകാരി പോയി. കാമുകിന്ന് വധു ആയി മാറുന്നു, അപ്പൊ കാമുകി പോയി. പിന്നെ ഭാര്യയായി, അപ്പൊ എന്തായി? കാമുകി. വധുവും പോയി. പിന്നെ കുട്ടിയുടെ അമ്മയായി, ആ കുട്ടിയുടെ അമ്മയാണ്. കാമുകിയാണോ? അല്ല. ഭാര്യയാണോ? മാറി മാറി. ഭഗവാൻ അതില്ല. ഇൻട്രൻസിക്കാണ്, ഒറ്റ റിലേഷൻഷിപ്പാണ്, അവിടെ നിൽക്കുകയാണ്. ഇതാണ് ഭക്തി വളർന്ന് വികസിച്ച് തീവ്ര തമമാകുന്ന ചിത്രമാണ് ഇവിടെ മുഴുവനുള്ളത്. എന്താ കാരണം? മഹാഭാരതത്തിൽ ധർമ്മം എന്ന് പറയുന്നത് നിർവഹിച്ചിട്ടുണ്ട്. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസേതു. ഇവിടെ അതല്ല ധർമ്മത്തിന് നിർവഹനം. ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ 2ാം സ്കന്ധത്തിൽ സൂതൻ ശൗനാദികളോട് പറയുന്നുണ്ട്, സ്വൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രധേയത യേ ആത്മാ സംപ്രസീദതി. മലയാളം, ഹരിയിൽ അകാരണമുളവാം. ഹരിയിൽ അകാരണമുളവായി
എന്നും നിലനിൽക്കുന്ന ഹരിഭക്തി തന്നെയാണ്. അകാരണം അഹൈതുകി ഭക്തി തന്നെയാണ്. എന്ത് ധർമ്മം? മഹാഭാരതത്തിൽ പറഞ്ഞ ധർമ്മത്തിന്റെ നിർവചനം വളരെ വലുതാണ്. ധർമ്മം റിച്വൽസ്, ധർമ്മം വാല്യൂസ്, ധർമ്മം ആറ്റിറ്റ്യൂഡ്സ്. ഇവിടെ അതൊന്നുമല്ല. ഹരിയിൽ അകാരണമുളവായി അനാരതം പെരുകും ഭക്തി എത്രേ പരമം ധർമ്മം വാർത്താൽ. ഹരിയിലുള്ള ഭക്തിയാണ് ധർമ്മം. അത് വെച്ച് വേണം ഇത് വിലയിരുത്താൻ. ഈ സത്സംഗം എന്ന് പറയുന്ന ഈ ഈശ്വര ഭക്തി സർവസംഗാപഹോഹിമാം, എല്ലാ സംഘങ്ങളെയും വിഴുങ്ങുന്നതാണ് ഈ സത്സംഗം, ഈശ്വര ഭക്തി. ഇവരാണ് കാനിബാലിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങുന്ന മാതിരി ഈ സത്സംഗം, ഈ ഭക്തി മറ്റെല്ലാ ആഗ്രഹങ്ങളെയും വിഴുങ്ങും. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, സംഘം വേണ്ടെന്ന് ആര് പറഞ്ഞു? സംഘം വേണം, സത്സംഗം. സാധാരണ സംഘമാണ് കുഴപ്പം, ഇത് കുഴപ്പമല്ല. ആദ്യ പാർട്ടിൽ 24 ശ്ലോകങ്ങളെ ഇവിടെ ഉള്ളൂ എങ്കിലും ഫസ്റ്റ് പാർട്ടിൽ സഗുണഭക്തിയാണ് കൈകാര്യം ചെയ്തത്. അതാണ് ഗോപികമാരെ പറ്റി പറയാൻ കാരണം. ആദ്യം ഭക്തിയെ ഗ്ലോറിഫൈ ചെയ്തു. ന രോധേതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവച. മറ്റൊന്നിനും ഇതിനെ തുലനം ചെയ്യാനാവില്ല. ഈ ഭക്തിയോടൊപ്പം നിർത്താൻ യോഗത്തിനോ സാഖ്യത്തിനോ ഒന്നിനും സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതിനൊന്നും വിലയില്ലെന്നാണോ? അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ പേരാണ് നഹി നിന്ദാന്യായം. അതിനെയൊന്നും നിന്ദിക്കലല്ല ഇവിടെ ഉദ്ദേശം, ഇതിനെ ഗ്ലോറിഫൈ ചെയ്യല. അത് ശാസ്ത്ര സംസ്കാരമുണ്ടെങ്കിലും മനസ്സിലാകും. വ്യാസവാണിയുടെ രചന സമ്പ്രദായം പിടിയുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഇതാണ് നറേഷണൽ ടെക്നിക്ക്. ഇതിനെ നിന്ദിക്കാനല്ല. ഇത് രാമായണത്തിലും കാണാം. കിളിപ്പാട്ട് രാമായണത്തിൽ എഴുത്തച്ഛൻ ഇത് പറയുന്നുണ്ട്. ശബരിക്കുള്ള ഉപദേശത്തിൽ തീർത്ഥസ്നാനാനി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ തീർത്ഥസ്നാനവും പഠനവും പിടിയും ഇതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണ്, യൂസ്ഫുൾ അല്ല എന്നാണോ അർത്ഥം? അല്ല. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യല ഉദ്ദേശം. ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തിയോടൊപ്പം ഒന്നിനെയും തുലനം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞാൽ ഭക്തിയെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് അർത്ഥവാദത്തിൻ്റെ അംശവുമുണ്ട്, കുറച്ച് നഹീന്ദാന്യായും. അത് കഴിഞ്ഞിട്ട് കുറേ പേരെ നിർത്തിത്തരുന്നു. ദാ കണ്ടോളൂ, എന്നെ പ്രാപിച്ച ഭക്തന്മാര് ബഹവോ മത്പദം പ്രാപ്ത ത്വാഷ്ട്ര കായാധവാദയ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, അസുരന്മാർ മാത്രമല്ല, പിന്നെയോ രാക്ഷസന്മാർ മാത്രമല്ല, കിന്നരൻ മാത്രമല്ല, കിംപുരുഷന്മാർ മാത്രമല്ല, പിന്നെയോ പർവ്വതങ്ങൾ പോലും വൃക്ഷങ്ങൾ പോലും. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് മനുഷ്യന് മാത്രമേ മുക്തിക്ക് അർഹതയുള്ളൂ എന്ന്. ഇതെങ്ങനെ ഘടിപ്പിക്കും? മാൻ ഇസ് ദി ഹെഡ് ആൻഡ് ക്രൗൺ ഓഫ് ഓൾ ക്രിയേഷൻസ്. മറ്റെല്ലാവരുടെ ജീവിതവും പ്രോഗ്രാമാണ്, പ്രോഗ്രാംഡാണ്. വിവേക ചൂടാമണിയിൽ ജന്തൂനാം നരജന്മ ദുർലഭം അതത്വം സ്ത്വം തതോ വിപ്രത. ഇത് കുറച്ച് അർത്ഥവാദവുമുണ്ട്, കുറച്ച് തിരിയ കഥകൾ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ ഇത് പിടിയിട്ടു. ഈ ഓരോ ജന്തുക്കളുടെയും പക്ഷികളെയും മൃഗങ്ങളുടെയും പേരുകൾ പറഞ്ഞെങ്കിലും അവ അത് തന്നെ ആകണമെന്നില്ല. നമ്മൾ വ്യവഹാരത്തിൽ പറയാറില്ലേ, അവനൊരു കഴുതയാണ്. പറയാം അവൻ കഴുതയാണെന്നല്ല അർത്ഥം. കഴുതയുടെ ചില ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടെന്ന അർത്ഥം. അവനൊരു ഉടുമ്പാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിടിച്ചാൽ വിടില്ല എന്നാണ് അർത്ഥം. ഉടുമ്പ് എന്നല്ല അർത്ഥം. അവൻ ഒട്ടകാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തല കയറ്റാൻ ചാൻസ് കൊടുത്താൽ നമ്മളെ പുറത്താക്കും. തിരിയ കഥകൾ നല്ല ധാരണയുണ്ടെങ്കിൽ ഇതൊക്കെ പിടിയിട്ടു. മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും ഇതിനുള്ള സ്കോപ്പുണ്ട്, പ്രോഗ്രാംഡ് ആണെങ്കിലും എന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അത്ര തൊട്ട് പോകാം. പിന്നെ അക്രൂരിനെ കുറിച്ചൊക്കെ പറയുന്നു, ഗോപികളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ സഗുണഭക്തിയാണ്. എങ്ങനെ? മുകുന്ദമാലയിൽ കുലശേഖര ആൾവാർ ഇവരെ നിരത്തുന്നുണ്ട്. പ്രഹ്ലാദശ്ച വിഭീഷണശ്ച കരിരാട് പാഞ്ചാലി അഹല്യ ധ്രുവ വാത്സല്യാത് അഭയപ്രദാന സമയാത് ആർത്താർത്തി നിർവാപണാത് ഔദാര്യാത് അഘശോഷണാത്
അഗണിത ശ്രേയപദപ്രാപണാത്. ഇതൊക്കെ ക്രമമുക്തിയാണ്. ജ്ഞാനാദേവതു കൈവല്യം. ഐക്യജ്ഞാനം, ജീവ ഈശ്വര ഐക്യജ്ഞാനമില്ലാതെ കൈവല്യം, മോക്ഷം സാധ്യമല്ല. അണ്ടർലൈൻ, ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഇതൊക്കെ എന്താ? ഇതൊക്കെ ക്രമമുക്തിയാണ്. യു ക്യാൻ പോസ്റ്റ്പോൺ സ്റ്റഡി ഓഫ് വേദാന്ത. ഐക്യജ്ഞാനം പഠിക്കുന്നത് നീട്ടിവെക്കാം, പക്ഷെ ഒഴിവാക്കാനാവില്ല. നീട്ടിവെച്ചാൽ ബ്രഹ്മലോകത്ത് ചെന്ന് അവിടുന്ന് പഠിച്ചിട്ട് ഫൈനൽ ബ്രഹ്മാവിൻ്റെ കൂടെ പോകാം. ഇതാണ് ക്രമമുക്തി. ഗീതയിലെ അക്ഷര ബ്രഹ്മയോഗം ഇതാണ് ഹാൻഡ്ലേഡ്. അതിന് തൊട്ട് 9-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? രാജവിദ്യ രാജൗഖ്യ യോഗത്തിൽ സദ്യോമുക്തി അഥവാ ജീവൻ മുക്തി. ഇവിടെയും ഇത് കഴിഞ്ഞ ഉടനെ വരാമോ ടോപ്പിക് 13-ാം അധ്യായം ഹംസഗീതയാണ്. അത് സദ്യമുക്തിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ക്രമമുക്തിയാണ്. ഇതാണ് ഇതിന്റെ ലോജിക്, റീസണിങ്. ഇവിടെ ആദ്യം പറഞ്ഞ ഭക്തി വിഭക്തികളില്ലാത്ത ഭക്തിയാണ്. സംസ്കൃതത്തിൽ 7 വിഭക്തികൾ. ഞാൻ, എന്നെ, എന്നോട്, എന്നാൽ, എന്നിൽ കൂടി, എൻ്റെ, എനിക്കായിക്കൊണ്ട്, എന്നിൽ നിന്ന്, എന്നേക്കാൾ, എൻ്റെ, എനിക്ക്, എന്നിൽ. ഇതാണ് ഭക്തിക്ക് തടസ്സം. സെൻസ് ഓഫ് ലോക്കലൈസേഷൻ, സെൻസ് ഓഫ് ലിമിറ്റേഷൻ. ഇതാണ് മഹാവീർ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നത് ഈ ടോപ്പിക്. എന്നെ തന്നെ വലം വെച്ചിട്ട് എപ്പോഴും ഉഴലുന്നു ഞാൻ, എന്നെ തന്നെ വലം വെച്ചിട്ട് എപ്പോഴും ഉഴലുന്നു ഞാൻ. ഞാൻ ഉഴലുന്നുണ്ടെങ്കിൽ കാരണം ഈ സെൻസ് ഓഫ് ലോക്കലൈസേഷനാണ്, ലിമിറ്റേഷനാണ്. ഞാൻ തന്നെ കൊടുക്കണം. 10 രൂപ കുറവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സൈസ് 8 7 ചെരുപ്പ് വാങ്ങിയിട്ട് വിഷമിക്കുന്നില്ലേ? അതാണ്. 10 രൂപ ലാഭം കിട്ടിയെങ്കിലും നടക്കാനിപ്പോൾ വിഷമമാണ്. പിന്നെ എപ്പോഴുണ്ട് റിലീഫ്, സുഖം കിട്ടുന്നുണ്ട്. എപ്പോ? അത് അഴിച്ചു വെക്കുമ്പോൾ. വിട്ട് നടക്കുമ്പോഴല്ല, അഴിച്ചു വെക്കും. ഇതിന്റെ പേരാണ് ഈഗോ, ഇതിന്റെ പേരാണ് അഹങ്കാരം. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം ഐഡന്റിഫിക്കേഷൻ. അതേ വേണ്ടു. അതിനാ ഇത്രയധികം പറയണം. സനൽകുമാര ഗീതയിൽ പൃഥുവിനോട് ഉപദേശിക്കുന്ന ഇതാണ് ഭാഗവതത്തിൽ 4th സ്കന്ധത്തിൽ. ശാസ്ത്രേഷു ഈയാനേവ സുനിശ്ചിതോ നൃണാം. ഇത്രയേ ഉള്ളൂ. ഈയാനേവ, ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. ശാസ്ത്രേഷു ഈയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ര്യം വിമർശേഷു ഹേതു അസംഗാത്മവ്യതിരിക്ത ആത്മനി ദൃഢമണി നിർഗുണേ ചയ. അനാത്മവിരക്തി, ആത്മരതി. അവിടുന്ന് അഡ്വാൻസ് ചെയ്തു. ഇവിടെ പറയണു, നിങ്ങൾ ഒന്നും തള്ളണ്ട, നിങ്ങൾക്ക് തള്ളാനാവില്ല. തള്ളണ്ട, കൊള്ളാൻ ശ്രമിക്കും. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാൻ. എക്സ്പാൻഡ് ചെയ്യും. ഇവിടെയാണ് ഭക്തി ജ്ഞാനമായി മാറുന്നത്. ഭക്തി തന്നെ ജ്ഞാനമായി മാറും. ഗീതയിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ 4 തരം ഭക്തന്മാരുണ്ടെന്ന് പറയുന്നു. അതിലാരാ? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി. 4ാമത്തെ ഭക്തൻ ആരാ? ജ്ഞാനി. PG ലെവലിൽ ഭക്തി തന്നെയാണ് ജ്ഞാനമാകുന്നത്. ഭക്തി ഇല്ലാതെ ജ്ഞാനം ഇമ്പോസിബിളാണ്. ജ്ഞാനമില്ലാത്ത ഭക്തി ഇൻകംപ്ലീറ്റ് ആണ്. ഭക്തിയില്ലാതെ ജ്ഞാനം ഇമ്പോസിബിളാണ്. ജ്ഞാനമില്ലെങ്കിൽ ഭക്തി ഇൻകംപ്ലീറ്റ് ആണ്. ഒരു ഘട്ടത്തിലെത്തി അവിടെ നിൽക്കും, ഫർദർ പ്രോഗ്രസ് ഇല്ലാതെ. ഇവിടെ ഇതിനെ പ്രോപ്പർ ബ്ലെൻഡിങ് നടത്തിയിട്ടുണ്ട് ഈ അധ്യായത്തിൽ. ഫസ്റ്റ് ഹാഫിൽ സഗുണഭക്തി ക്രമമുക്തി പറഞ്ഞ് അടുത്തതിലേക്ക് കടക്കുന്നു. അതെന്താ? അത് ഫിലോസഫിയാണ്, പ്യുവർ ഫിലോസഫി. അതാണ് സ്പിരിച്വാലിറ്റി കടഞ്ഞെടുത്ത എസൻസ്. ഇവിടെ ഗോപസ്ത്രീകളും മറ്റും തത്ചിന്തനം, തത്കഥനം, അന്യോന്യം തത് പ്രബോധനം. കൃഷ്ണനെ മാത്രം ചിത്ത്, കൃഷ്ണനെ ഉള്ളൂ, ഞങ്ങളില്ല. ഇതാണ് നാരായണത്തിൽ പടതിരിപ്പാട്. ഏവം ഭക്തി സകലഭുവനെ നീക്ഷിത ന ശ്രുതാവ കിം ശാസ്ത്രൗഘൈ എന്ന് പറയണം. ശാസ്ത്രം പഠിച്ചിട്ടല്ല, പക്ഷെ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണചിന്ത മാത്രം, മറ്റൊന്നിനും മനസ്സിൽ കടക്കാനാവാതെ. യാ ദോഹനെ അവഹനനെ മഥനോപലേവ പ്രജ്ഞ ഇങ്ങനെ അർബുദക്ഷണോ മാർജനാദൗ ഗായന്തി.
അടിച്ചു വാരുമ്പോഴും കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും പശുവിനെ കറക്കുമ്പോഴും ചാണകം മെഴുകുമ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ മാത്രമായി അവർ കൃഷ്ണനായി മാറും. പക്ഷെ ഐക്യജ്ഞാനമില്ല. അവർക്കൊക്കെ എവിടെയാ സ്ഥാനം? ബ്രഹ്മലോകത്ത് ക്രമമുക്ക്, അതിൽ കൂടി പോവാം. പക്ഷെ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഉദ്ധവ, നീ അതിനല്ല അർഹൻ. ഇതൊക്കെ പറഞ്ഞ എന്തിനു വേണ്ടിയാ? കൊള്ളാനല്ല, തള്ളാനാണ്. നീ സത്യത്തിൽ അർഹനാണ്. എന്തിന്? സദ്യോമുക്തി, ജീവൻ മുക്തി. ജീവൻ അപ്പി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, പോസ്തുമസ് അല്ല, മരണശേഷമല്ല. ഇവിടെ ഇപ്പോ, റൈറ്റ് നൗ, ഹിയർ ഇറ്റ് സെൽഫ്, യു ആർ എലിജിബിൾ, ട്രൈ, യു ക്യാൻ. ഇതാണ് ഭാവം. ഇത് പറയാതെ പറയുന്ന ഭാവമാണ്. ഇത് വെറുതെ വായിച്ചാൽ കിട്ടില്ല. എങ്ങനെ വായിച്ചാൽ? ഉള്ളിൽ തങ്ങിൽ ഒരെണ്ണവും എന്നും പിഴുതു നട്ടിയിടൽ ഏതു വള്ളി തഴച്ചിടും. ഓടിച്ചു മാത്രം വായിച്ചാൽ ഉള്ളിൽ തങ്ങിൽ ഒരെണ്ണവും എന്നും പിഴുതു നട്ടിയിടൽ ഏതു വള്ളി തഴച്ചിടും. ഇത് കിട്ടണമെങ്കിൽ, ഈ ക്രീം കിട്ടണമെങ്കിൽ വീട്ടിൽ താമസിച്ചാൽ പറ്റില്ല. ഭാഗവത്തിലൊരു കുടിൽ കെട്ടി പാർക്കണം. ഭാഗവതത്തിൽ തന്നെ പാർക്കണം. ഈ നാക്കുകൊണ്ട് നക്കിയെടുക്കാനാവില്ല. മസ്തിഷ്കത്തിന്റെ, ഹൃദയത്തിന്റെ നാക്കുകളെ കൊണ്ട് നക്കിയെടുക്കണം. അപ്പോഴേ കിട്ടും. അപ്പൊ കിട്ടും. കാരണം ഈ വാക്കുകൾക്ക് സാധ്യമല്ല. വ്യാസവാണി അവിടെ കളിക്കുന്ന കാണാം, കാവ്യ അങ്കന വീണു കൊടുക്കുന്ന കാണാം. നല്ലത് മനസ്സിലാവും. അവിടുന്ന് ഏകരൂപ ഭക്തിയിൽ നിന്ന്, ഇഷ്ടദേവതാ ഭക്തിയിൽ നിന്ന് വരികയും നിൽക്കുകയും പോവുകയും ചെയ്യുന്ന ഭഗവാനിൽ നിന്ന് അവതാര പുരുഷന്മാർ വന്നു, അവതരിച്ചു, കുറച്ചു കാലം ജീവിച്ചു, പോയി. അടുത്തത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാണിച്ചു തരും. ഇതാണ് അനേകരൂപ ഭക്തി അഥവാ വിശ്വരൂപ ഭക്തി. സമ്പ്രദായങ്ങളും അതിനനുസരിച്ച് മാറും, ആരാധനാക്രമവും മാറും. കഥമയഥാ ഭവന്തി ഭൂയിദത്ത പദാനി നൃണാം. ശ്രുതിഗീതയിൽ പറയുന്നത് ദശമസ്കന്ധ അവസാനം. കഥമയഥാ ഭവന്തി ഭൂയി ദത്തപദാനി നൃണാം. മണ്ണിലും കല്ലിലും മുള്ളിലും കാലുകൾ ഊന്നുന്നതെല്ലാം ധരയിലാണ്. നാനാഭിധാനത്തിൽ മർത്യർ ഭജിക്കലും നൂനം ഭവാനെ എന്നല്ലാതെ വന്നിടാ. മഴക്കാലത്ത് മുറ്റത്ത് ചെളിയുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ചെളിയിൽ ചവിട്ടാതിരിക്കാൻ, വീഴാതിരിക്കാൻ കല്ലെടുത്ത് വെക്കും. പിന്നെ കല്ലിന്റെ മുകളിലൊരു പലക എടുത്ത് വെക്കും. നിങ്ങൾ പലകയിൽ ചവിട്ടിയാലും കല്ലിൽ ചവിട്ടിയാലും നിങ്ങൾ ഭൂമിയിൽ തന്നെയാണ് ചവിട്ടുന്നത്. ഏത് സമ്പ്രദായം സ്വീകരിച്ചാലും, ഏത് മൂർത്തിയെ ഭജിച്ചാലും നിങ്ങൾ ഭജിക്കുന്ന ഒരേ ഭഗവാൻ. ആ ഭഗവാൻ ഏകനാണ്, പലതല്ല. ആ ഏകനായ ഭഗവാൻ തന്നെയാണ് പലതായി വിരിഞ്ഞു നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അത് കണ്ണുകൊണ്ട് കാണാനല്ല നമ്മുടെ ശ്രമം, ആവിഷ്കൃതമാക്കാനാണ്. എന്നിലുണ്ട് ഈശ്വരീയ ഗുണങ്ങൾ, എല്ലാവരിലുമുണ്ട്. അയോഗ്യനായി സൃഷ്ടിയിൽ ആരുമില്ല. അയോഗ്യ പുരുഷോ നാസ്തി, നാസ്തി മൂലം അനൗഷധം, അമന്ത്രം അക്ഷരം നാസ്തി. വി ആർ നോട്ട് യൂസ്ലെസ്, വി ആർ യൂസ്ഡ് ലെസ്. യോജകസ്തത്ര ദുർലഭം. നമ്മിലുള്ള ഈശ്വരീയ ഗുണങ്ങൾ ആവിഷ്കൃതമാക്കണമെങ്കിൽ അഹങ്കാരത്തിന്റെ ടവർ ബോൾട്ട് നീക്കണം. Then he alone, capital H, will flow through each one of us. He alone will manifest through each one of us. He alone will express through each one of us. കായേന വാച മനസ്സ, നമ്മുടെ ഓരോ വാക്കിൽ കൂടി, ശബ്ദത്തിൽ കൂടിയും ആക്ഷനിൽ കൂടിയും എല്ലാം he will flow. അഹങ്കാരത്തിന്റെ തഴുതൊന്ന് നീക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ തയ്യാറല്ല. അടുത്ത ഭാവം നോക്കൂ, ഈ വിശ്വരൂപ ഭാവം. അതെവിടെ കിട്ടും? ജയന്തേ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഖം വായുമഗ്നിം സലിലം മഹീംശ ജ്യോതിംഷി സത്വാനി ദിശോ ധ്രുവാദീൻ സരി സമുദ്രാം ച ഹരേഹ ശരീരം. ഹരിയുടെ ശരീരമാണിത്. യത്കിഞ്ചഭൂതം പ്രണവേദനന്യഃ ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്ര ജൈഷ ത്രികേകകാല.
ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ കേളിക്കൊട്ട് കഴിഞ്ഞു, ഇനി ഇതാ ഇവിടെ പറഞ്ഞു. അവിടെ തന്നെ ഗീതയിൽ നോക്കൂ, വിശ്വരൂപ ദർശനത്തിൽ കസ്മാച്ചതേ എന്ന നമേരൻ പുരസ്താത്, എങ്ങനെ അവർ നിന്നെ നമസ്കരിക്കാതിരിക്കും? ഗരീയസേ ബ്രഹ്മണോപ്യാദി കർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത് തത്പരം യത് ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേതാസി വേദ്യം ച വരം ജധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ത്വയാ തതം, നിന്നാൽ വ്യാപ്തമാണ്, പെർവേഡഡ് ബൈ യു, എൻറ്റയർ യൂണിവേഴ്സ്. അതുകൊണ്ട് സഹസ്രകൃത്വ നമോ നമസ്തേ, എത്ര നമസ്കരിച്ചാലും മതിവരാത്ത ഭാവം അർജുനൻ കാണിച്ചു. പ്രഹ്ലാദ് സ്തുതിയിൽ പ്രഹ്ലാദനും ഇത് തന്നെയാ പറയുന്നത്. ത്വം വായുരഗ്നിരവനിർവിയതമ്പു മാത്ര പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹ സർവം ത്വമേവ, നീ അല്ലാതെ ഇവിടെ ഒന്നുമില്ല, സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ ന അന്യത്വതസ്തവി മനോവചസാ നിരുക്തം. ഇതറിഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്തിനോട് നമുക്ക് ദേഷ്യമുണ്ടാവും, എന്തിനോട് രാഗമുണ്ടാവും, എന്തിനോട് ഇഷ്ടം, എന്തിനോട് അനിഷ്ടം, എന്തിനെ തള്ളാൻ, എന്തിനെ കൊള്ളാൻ? ആ ആശയമെങ്കിലും മനസ്സിൽ വിരിഞ്ഞാൽ എന്തൊരാനന്ദം. ചിന്തിച്ചു. ഇപ്പൊ മുഴുവനും നമ്മൾ ലോകത്തെ, നമ്മുടെ അനുഭവ മണ്ഡലത്തെ രണ്ടാക്കി തിരിച്ചിരിക്കണം. ഇതെനിക്കിഷ്ട, ഇതെനിക്കിഷ്ടമല്ല, ഇയാൾ എനിക്കിഷ്ട, ഇയാൾ എനിക്കിഷ്ടം. നമ്മൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്ക് വേറെ ആൾ വലിയ ഇഷ്ടമാണ്. Man remaining the same, bad for me, good for another. Good for me, bad for another. It all depends not on him, but on the texture of my mind. How I look at him, how I relate myself with him. World is neutral. ഈശ്വര സൃഷ്ടി ന്യൂട്രലാണ്. അവിടെ സുഖമോ ദുഃഖമോ ഇല്ല, മാനമോ അപമാനമോ ഇല്ല. നമ്മുടെ സൃഷ്ടിയാണ് ജീവസൃഷ്ടി, അതിലാണ് ഇതൊക്കെയുള്ളത്. ഭേദബുദ്ധി മുഴുവനും, പാർസ് ഓഫ് ഓപ്പോസിറ്റ്സ്, ദ്വന്ദ്വ അനുഭവങ്ങളൊക്കെ നാം സൃഷ്ടിക്കുന്നതാണ്, ഈശ്വരൻ സൃഷ്ടിച്ചതല്ല. വളരെ എളുപ്പം മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ മിടുക്കൻ, നല്ല ആൾ എന്ന് പറയുന്ന ആൾ വേറൊരാൾ പറയണു ചീത്ത, എനിക്ക് ചീത്തയായിട്ടുള്ള വേറെ ആൾക്ക് നല്ലത് എങ്ങനെയാവുന്നു? ഒബ്ജക്റ്റ് ഓർ മാൻ റിമൈനിങ് ദ സെയിം. അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങണം. ഇവിടെ ഭാഗവതം അടുത്ത ഭാവത്തിലേക്ക് നീങ്ങണം. തസ്മാത്വമുദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം. ഇവിടെയാണ് ഉദ്ധവന് സംശയം കൂടുതൽ പേർ. അടുത്തത് എന്താ? നിവൃത്തം കർമ്മ സേവേത എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് രണ്ടും വിടും. തസ്മാത്വമുദ്ധവ ഉത്സൃജ്യ ചോദനാം പ്രതിചോദനാം. മാത്രമല്ല മാമേകമേവ ശരണം ആത്മാനം സർവദേഹിനാം. എല്ലാം വിടൂ. ധർമ്മത്തെയും അധർമ്മത്തെയും, വിധിയെയും നിഷേധത്തെയും വിടൂ. ഡൂസ് ആൻഡ് ഡോൺസ് ഇല്ല, എല്ലാത്തിനെയും വിടൂ, എന്നെ മാത്രം ആശ്രയിക്കൂ. ഇതുവരെ സ്വധർമ്മ ആചരണത്തിന് ഇത്ര മുഖ്യത്വം കൊടുത്ത ഭഗവാൻ തന്റെ അവതാരം തന്നെ എന്തിനു വേണ്ടിയാ? ധർമ്മം ആചരിക്കുന്ന കാണിച്ചു തരാൻ വേണ്ടിയാ. സാധൂനാം പരിത്രാണായ ദുഷ്കൃതാം വിനാശായ ധർമ്മ സംസ്ഥാപനാർത്ഥായ. ആ ഭഗവാനാണ് പറയുന്നത് ധർമ്മത്തെ അധർമ്മത്തെ വിടും. ശരീരം നിലനിൽക്കണമെങ്കിൽ തന്നെ കർമ്മം ചെയ്തേ പറ്റൂ. എങ്ങനെ ഇതിനെ വിടും? ശരീരയാത്രാപിച്ചതേ നപ്രസിദ്ധിയേത കർമ്മണ. ദേഹബോധമുള്ള കാലത്തോളം വിടാനാവില്ല. അവിടെയാണ് ഉദ്ധവൻ ചോദിക്കണത്, എനിക്കാകെ കൺഫ്യൂഷൻ ആവണു, എല്ലാം വിട്ട് എന്നെ മാത്രം സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് വിധി നിഷേധങ്ങൾ വേണ്ട എന്ന് പറയണു. അതെങ്ങനെ? അതല്ലേ നമ്മുടെ പ്രധാന സംഗതി. സത്കർമ്മങ്ങൾ ചെയ്യണം, സത്സംഗം ചെയ്യണം, വിധി മാത്രം എടുക്കണം, നിഷേധം എടുക്കരുത്, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടല്ലോ. എന്നിട്ട് എന്താ? ഇത് തന്നെയാണ് ഗീതയിലും പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞ. ഇത് ഫിഗറേറ്റീവാണ്, വാഗർത്ഥം എടുക്കരുത്, നല്ലപോലെ പിടിക്കണം, എന്നാലും മനസ്സിലാവും. സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ, ധർമ്മം അവിടെ കർമ്മമാണ്, ധർമ്മത്തെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അധർമ്മേ ഉണ്ടാവുള്ളൂ. അതല്ല ഉദ്ദേശിക്കണം. ആ അർത്ഥമേ അവിടെ ഇല്ലാതെ. യു ആർ എ മിക്സ്ചർ ഓഫ് ടു. രണ്ട് ചേരുവകൾ ചേർന്നാണ് നീ. ഒന്ന് ചൈതന്യം, ഇൻ ഹൂസ് പ്രസൻസ് ബോഡി ആക്ട്സ്, ബ്ലസ്ഡ് ബൈ ഹൂം.
യസ്യ സന്നിധിമാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിതായിവ. ഒന്ന് ഇലക്ട്രിസിറ്റി, ഒന്നിൽ ബൾബ്. ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ ബൾബ് വെളിച്ചം തരുന്നു. ആ ബൾബിന്റെ സ്ഥാനമാണ് ശരീരത്തിൽ. അതിൽ സൂക്ഷ്മ ശരീരമാണ് ഫിലമെന്റ്. ഇന്ന് മനസ്സിലാക്കുക, കരുതുക. അങ്ങനെയാണെങ്കിൽ കർമ്മത്തെ വിടൂ എന്നല്ല പറയണത്. നീ ഐഡന്റിഫിക്കേഷൻ ഷിഫ്റ്റ് ചെയ്യൂ. എന്നിട്ടോ മാം ഏകം ശരണം, ഏകം മാം, എന്നെ മാത്രം എന്നല്ല, ഏകനായ എന്നെ, 1 without second, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ ആ എന്നെ. അവിടെ ഐക്യജ്ഞാനമാണ്. ജീവഭാവവും ഈശ്വരഭാവവും ഒന്നാണെന്ന് പഠിപ്പിക്കലാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ജ്ഞാനത്തിന്റെ പരമകാഷ്ഠയാണ്, ചരമശ്ലോകമാണ്. ഗീതയിലെ ഉപദേശം അതോട് തീർന്നു. അതിലൊരിടത്തും ജ്ഞാനം എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ല. ലിറ്റററി മീനിങ് എടുക്കരുത്, ഫിഗറേറ്റീവ് മീനിങ് എടുക്കണം. അതിനെവിടെ പോകണം? ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസയോഗം പഠിക്കണം. അതിലാണ് ഈശ്വര സ്വരൂപം എന്ത് എന്ന് പറയുന്നത്. ഈശ്വര സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ നൈദർ ആക്ഷൻ വിൽ ബി എ പ്രോബ്ലം നോർ ഇനാക്ഷൻ വിൽ ബി എ പ്രോബ്ലം. റിനൗൺസിയേഷൻ ഓഫ് ആക്ഷൻ. ഹൗ? ത്രൂ നോളജ്. നോട്ട് ആക്ഷൻ റിനൗൺസിയേഷൻ. റിനൗൺസിയേഷൻ ഓഫ് ആക്ഷൻ ത്രൂ നോളജ്. വിറക് തീരണമെങ്കിൽ എന്ത് വേണം? തീ കൂട്ടണം. വിറകിനെ തൊടണ്ട, തീ ആളി കത്തിയാൽ മതി വിറക് തീരും. അറിവ് കൂടുന്നതിനനുസരിച്ച് കർമ്മം കൊഴിഞ്ഞു പോകും. കർമ്മം കൊഴിയാൻ ശ്രമിക്കണം. ഇത് മനസ്സിലാക്കിയാലേ ഈ ടോപ്പിക്ക് മനസ്സിലാവും. ഉദ്ധവ, ഈ നീ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചമുണ്ടല്ലോ, വിഷയവിചാരാത്മകമായ ഈ പ്രപഞ്ചം, വൈവിധ്യമാർന്ന പ്രപഞ്ചം, ഇവിടെ 2 ഘടകങ്ങളേ ഉള്ളൂ. അതിൻ്റെ ചെരുവയാണ് ഈ പ്രപഞ്ചം. ഒന്ന് നെയിം, ഒന്ന് ഫോം. നാമം, രൂപം. നാമം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൃഷ്ണൻ, രാമൻ എന്നുള്ള നെയിമല്ല. നമ്മുടെ എക്സ്പീരിയൻസ്, പ്രത്യയം. ശാസ്ത്രത്തിൽ അങ്ങനെ പ്രത്യയം. അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതിനുള്ള മീഡിയം, മാധ്യമമാണ് നെയിം. ശബ്ദബ്രഹ്മം. പിന്നെയോ ഫോംസ്, അർത്ഥബ്രഹ്മമാണ്, വേൾഡ് ഓഫ് ഒബ്ജക്ട്സ്. ശബ്ദബ്രഹ്മം സരസ്വതിയാണ്, അർത്ഥബ്രഹ്മം ലക്ഷ്മിയാണ്. ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. കോസൽ, സട്ടിൽ, ഗ്രോസ്. കാരണബ്രഹ്മം, സൂക്ഷ്മബ്രഹ്മം, സ്ഥൂലബ്രഹ്മം. ഞാൻ തന്നെയാണിത് മുഴുവൻ എന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. റാഷണലി, യുക്തിപൂർവം തെളിയിക്കാൻ ഭഗവാൻ ഇവിടെ ബുദ്ധവന് പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനുമുണ്ട് ഈ 3 ഫോംസ്. അത് ലളിതാ സഹസ്രനാമത്തിലെത്തുമ്പോൾ ശബ്ദത്തിന് 4 ആക്കി പറയും. പരാ പ്രത്യക്ഷീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. ശാസ്ത്രത്തിൽ അതിന് മറ്റൊരു പേര് പറയും ബിന്ദു ബ്രഹ്മം, നാദബ്രഹ്മം, കലാബ്രഹ്മം. ഇതൊക്കെ ഒന്നാണ്. ബിന്ദു എന്ന് പറഞ്ഞാലും, കാരണം എന്ന് പറഞ്ഞാലും, കോസൽ എന്ന് പറഞ്ഞാലും, പര എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ശബ്ദബ്രഹ്മമയി, ചരാചരമയി, ജ്യോതിർമയി, വാങ്മയി, നിത്യാനന്ദമയി, നിരഞ്ജനമയി, തത്വന്മയി, ചിന്മയി, തത്വാതീതമയി, പരാത്പരമയി, മായാമയി, ശ്രീമയി, സർവൈശ്വര്യമയി, സദാശിവമയി, മാം പാഹി മീനാംബികേ. ഇതിലുണ്ട്, ഇതൊക്കെ മുഴുവനും കൂടിയുണ്ട്. ഇത് രണ്ടും ഞാനാണെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മോപേത്യരൂപം മാത്രാസ്വരോ വർണ്ണൈതി സ്ഥവിഷ്ഠ. വിവരപ്രസൂതി, ഷഡ്ചക്രങ്ങളിൽ കൂടി ആവിഷ്കൃതമാകുന്നത്, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അതിനൊരു ദൃഷ്ടാന്തം കൂടി പറയുന്നു ആ അഭിവ്യക്തിയെക്കുറിച്ച്. എന്ത്? വാചോ ദേവത വന്യഹി. വാക്കിന്റെ ദേവത വന്യാണ്, അഗ്നിയാണ്. യഥാനലഖേനിലബന്ധുരുഷ്മാ ബലേന ദാരുണ്യധിമധ്യമാനഃ അണുപ്രജാതോ ഹവിഷാ സമിധ്യതേ തഥൈവ മേ വ്യക്തിരിയം ഹി വാണി. തഥൈവ മേ വ്യക്തി, മേ വ്യക്തി, മൈ മാനിഫെസ്റ്റേഷൻ.
തഥൈവ അതേ പ്രകാരം യഥാനലഖേനിലബന്ധുരൂഷ്മ എല്ലാ ഭൂതജാലങ്ങളിലും അഗ്നിതത്വമുണ്ട്, ഡോർമൻ്റായിട്ട് കാണാൻ സാധിക്കില്ല, ഇൻവിസിബിൾ, അൺഎക്സ്പ്രസ്ഡ്. പക്ഷേ സാഹചര്യം അതിനനുസരമാക്കിയാൽ 2 മരക്കഷ്ണം എടുത്ത് ഉരസിയാൽ, ഘർഷണം ചെയ്താൽ അരണിമഥനം, ഇത് മുമ്പ് സൂചിപ്പിച്ചു, കേളിക്കോട്ട് തന്നാണ്, ചെയ്താൽ അത് സ്പാർക്കുണ്ടാവും, സ്ഫുലിംഗം. അതിനെ ഒരു ഗുഡ് കണ്ടക്ടർ കൊടുത്താൽ, അല്ലെങ്കിൽ കോട്ടണോ ചകരിയോ വെച്ചു കഴിഞ്ഞ് വീശി കൊടുത്താൽ ജ്വലിക്കും, അഗ്നിയോ പടർന്നു പിടിക്കും. ഇതുപോലെ ഞാനാകുന്ന കോസൽ ഭാവം തന്നെയാണ് എല്ലാമായി മാറുന്നത്. അണുപ്രജാതോ ഹവിഷാസമിധ്യതേ തഥൈവമേ വ്യക്തിരിയം ഹിവാണി. ഇത് ഉപനിഷത്ത് മന്ത്രമാണ്. ആത്മാനമരണിം കൃത്വാ പ്രണവം ജ്യോത്തരാരണി ജ്ഞാനനിർമ്മഥനഭ്യാസാത് പാശം ദഹതി പണ്ഡിത. കപിലോപനിഷത്ത്. പ്രണവം മുകളിലെ അരണിയും അടിയിൽ അഹങ്കാരം അരണി. ഇത് ഭട്ടതിരിപ്പാട് നാരായണത്തിലും പറയുന്നുണ്ട്. അതിലൊരുപാട് ചേർത്തിട്ടുണ്ട് അദ്ദേഹം, ചില മെഡിസിനും കൂടി ചേർത്തിട്ടുണ്ട്. ആചാര്യ ഒരുരണിരാദ്യസ്യ എന്ന് ഭാഗവത്തിൽ പറഞ്ഞത് ഭട്ടതിരിപ്പാടിന്റെ കയ്യിലെത്തുമ്പോഴേക്ക് എന്തായി? അതിൽ കുറെ ഔഷധം ചേർത്തു. ആചാര്യാഖ്യാധരസ്താരണി സമനുവിള ശിഷ്യരൂപോത്തരാരണ്യാവേധോത്ഭാസിതേന സ്ഫുടതര വരുബോധഗ്നിനാ ദഹ്യമാനേ കർമാളീ വാസന തത്കൃതതനുഭുവനഭ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനി ച വിരതേ ത്വന്മയീ ഖല്ലു അവസ്ഥ. കുറേ അഡീഷൻ ചേർത്തു. ഇതിലുള്ള വെറും അരണിമഥനമല്ല, ഒന്നും കൂടി അവിടെ ചേർത്തു. ഇതേപോലെ ഓംകാരം തന്നെ നിങ്ങളുടെ ഓരോ സ്ഥാനങ്ങളിൽ തൊട്ടു വരുമ്പോഴേക്ക്, കണ്ഠത്തിൽ തൊടുമ്പോൾ, താലുവിൽ തൊടുമ്പോൾ, മുകളിൽ തൊടുമ്പോൾ, ചുണ്ടിൽ തൊടുമ്പോൾ എന്താവണു? അതൊക്കെ കച്ചട തപ കാഖ കാഖാങ്ങ ച അങ്ങനെ പല രീതിയിൽ വരുന്നു. ഇതൊക്കെ അമന്ത്രം അക്ഷരം നാസ്തി. അക്ഷരം മന്ത്രമല്ലാത്തതില്ല. അത് അച്ചടിച്ച പത്രം, ഓൾഡ് ന്യൂസ് പേപ്പർ ആയാൽ പോലും ചവിട്ടിയാൽ തൊടണം, തൊട്ടലിൽ വെക്കണം എന്ന് പറയണത് അത് സരസ്വതിയാണ്. ഇതിന്റെ നാക്കത്ത് നിൽക്കേണ്ടതാണ്, ചവിട്ടണതല്ല. വാഗ്ദേവി വദനാംബുജേ വസതുമേ ത്രൈലോക്യമാതാ ശുഭ. ഇതാണ് സംസ്കാരം. ഏവം ഗതി കർമ്മഗതിർവിസർഗോ ഘ്രാണോരസോ ദൃക്സ്പർശ ശ്രുതിച്ച സങ്കല്പ വിജ്ഞാനമഥാഭിമാന സൂത്രം രജസത്വതമോ വികാര. ഏവം ഗതി, ഗതി വാഗീന്ദ്രിയ, കർമ്മം പാണി, ഗതിഹി പാദം വിഷ്ണു, വിസർഗോ പായു ഉപസ്ഥം, വാക്പാണി പാദം പായു ഉപസ്ഥം. ഇവകൾക്കൊക്കെ രോഗം വരട്ടെ, സംസാരശേഷി പോയി ഏതോ കാരണത്താൽ, വളരെ ദുഃഖിച്ചു പ്രാർത്ഥിച്ചു ചികിത്സ ചെയ്ത് തിരിച്ചു കിട്ടി. അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടത്. കണ്ണു പോയാലേ കണ്ണിന്റെ വിലയേറിയുള്ളൂ. അപ്പോഴാണ് ചെമ്പൈ ഭാഗവതർ പറഞ്ഞത്, ഇതുവരെ ഞാനാണ് പാടിയെന്നാണ് എൻ്റെ ധാരണ. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, ആ ശ്രീകോവിലിരിക്കുന്ന വേണുഗോപാലനാണ് എന്നിൽ കൂടി പാടുന്നത്. അത് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമ്പോഴേ അറിയും. എടുക്കാനും കൊടുക്കാനുമുള്ള പാണി കൈ, അതുകൊണ്ട് അത് സാധിക്കാതെ വരിക, പിന്നീട് അത് കിട്ടുക. അപ്പൊ മനസ്സിലാവും ഭഗവാനെ ഇത് ഭഗവാൻ തന്നെയാണ് ഇത് അനുഗ്രഹിച്ചു. നടക്കാൻ കഴിയാതെ വരിക, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാതെ വരിക, കഷ്ടിച്ച് വടികുത്തി അല്ലെങ്കിൽ വോക്കർ പിടിച്ച് ബാത്റൂമിൽ ഒറ്റക്ക് പോകാൻ പറ്റിയാൽ, ഞാൻ ഇന്നലെ ബാത്റൂമിൽ ഒറ്റക്കാ പോയത് ശാരദ, അതിലെന്തിത്തിരി ഇരിക്കണം, ഞങ്ങളൊക്കെ 2-3 മൈൽ നടക്കണതാ എന്ന് പറയും. ഞാൻ എത്ര കാലമായി ഈ കിടപ്പ് കിടക്കണം, ഒറ്റക്ക് ബാത്റൂമിൽ പോകാൻ പറ്റിയത് വലിയ കാര്യമായിടും. നമ്മുടെ കയ്യിലുള്ള ബാഗ് പിടിച്ചു നടക്കണു, നമ്മൾ 2000 രൂപയുണ്ട്, ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി, അയ്യോ എന്റെ ബാഗ് പണം ബഹളം, ആള് പോയി പിടിച്ചു, തിരിച്ചു കിട്ടി. പിന്നെയുള്ള പിടുത്തെങ്ങനെയാ? ഇതുവരെ ഇതുണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ പിടിച്ചു നടന്നതാ. പോയിട്ട് കിട്ടുമ്പോഴേ അറിയും. കാത് ശ്രവണശേഷിയില്ല, എന്താ സ്ഥിതി? അത് തിരിച്ചു കിട്ടുമ്പോഴുള്ള ഭാഗ്യം എന്തായിരിക്കും?
വള്ളത്തോളിന്റെ ബധിര വിലാപം ഒന്ന് വായിച്ചു നോക്കൂ, തനിയെ കരയും. ഗതകപളിതമെന്റെ കർണയുഗ്മം വദന വിഭൂഷണം മാത്രമായി ചമഞ്ഞു, കഥനമിതൊഴിവാക്കുക അംബികേ നിൻ പദസരസീരുഹദാസനല്ലയോ ഞാൻ. വള്ളത്തോൾ കരയാണ്. ആരോട് പോയിട്ട് മേന്ന് ചോദിക്കുമ്പോൾ അവർ എന്നെ ഒഴിവാക്കി പോവും. വേഗം വരാട്ടോ, പിന്നെ കാണാന്ന് പറയും. എന്താ പറഞ്ഞാൽ കേൾക്കില്ല. ഹരി മുതലൊരു പെൻ വരയ്ക്കുമുള്ളോർക്ക് അരിയ സുഖം വിഭജിച്ചു നൽകിടുമ്പോൾ ദുരിതഭരിതനാം ഇവന്റെ കർണങ്ങൾ. എന്റെ കാതിന്റെ കാര്യം മാത്രം അംബികയെ മറന്നുപോകും. ഇനി വിസർജനം, മൂത്രമൊഴിക്കാൻ പറ്റാതെ വരട്ടെ, അപ്പോഴേ അറിയുള്ളൂ എന്റെ വിഷമം. എന്നിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റിയുള്ള റിലീഫ് ആവൂ. ആ അപാന വായു എന്ന് ഭഗവാനാണെന്ന് നമ്മൾ തൊട്ടറിയും, ഫീൽ. എന്റെ ശരീരത്തിൽ തന്നെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ചത് എന്റെ സർവൈശ്വരനാണ് എന്ന് ബോധ്യം. ഏവം ഗതി കർമ്മഗതിർ വിസർഗോ ഘ്രാണോരസോ ദൃക്സ്പർശ ശ്രുതിശ. എല്ലാം അങ്ങനെ. ഘ്രാണം, ശ്വാസം മുട്ടുന്ന ഒരു രോഗിക്ക് പുറത്തുപോയ വായു തിരിച്ചു വരുന്നില്ല, കിടന്ന് പിടക്കുക. അവിടെ ഒന്ന് ശ്വാസം കിട്ടിയാലുള്ള അവസ്ഥ എന്താ? അത് അങ്ങനെ ഒരു അനുഭവം വന്നവർക്കേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ. ആവും. അത് സർവൈശ്വരൻ തന്നെയാണ്. എൻ്റെ മൂക്കിൻ തുമ്പത്തിരുന്നിട്ട് എന്നെ രക്ഷിച്ചത് ഭഗവാൻ തന്നെയാണ്. എൻ്റെ വിളി കേട്ടു. ഘ്രാണോരസോ ദൃക്സ്പർശ ശ്രുതിച്ച. എല്ലാവരും സുഖമായിട്ട് സദ്യ കഴിക്കണു, എനിക്ക് മാത്രം രുചിച്ചൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭഗവാന്. പിന്നെ കഴിക്കാൻ സാധിക്കുന്ന സമയത്തെ ആവൂ, എത്ര നാള് ഞാനിത് കണ്ടിരുന്നു, എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാം. ഘ്രാണോ രസോ ദൃക്സ്പർശ ശ്രുതിച്ച. കാഴ്ച പോയി. ആ കാഴ്ച വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യപ്പെടും. തിരിച്ചു കിട്ടുമ്പോൾ ഇവിടെ കിട്ടും. ആ കാഴ്ച ഭഗവാൻ തന്നെയാണ്. സങ്കല്പ വിജ്ഞാനമഥാഭിമാന. മനസ്സും ബുദ്ധിയും ഭഗവാൻ തന്നെ. സൂത്രം ഹിരണ്യഗർഭതത്വവും ഭഗവാൻ തന്നെയാണ്. രജസത്വതമോ വികാര. മായയുടെ വികാരങ്ങളായ ത്രിഗുണങ്ങളുടെ ചടുല നൃത്തമാണ് ഇവിടെ കാണുന്നത്. സർവവും മറ്റൊന്നുമല്ല. സത്വം രജസ് തമസ് തന്നെയാണ്. ഇതൊക്കെയാണ് സ്വാമിജി ചിലപ്പോൾ ടി വിയിൽ പറയാറില്ലേ, കാത് കടം വാങ്ങി കേൾക്കണം, കാത് കടം വാങ്ങി കേൾക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ ടി വിയിൽ. കേൾക്കുന്നുണ്ടോ, ശരിക്കും കേൾക്കുന്നുണ്ടോ? കാത് കടം വാങ്ങി കേൾക്കണം. 1000 കാത് പഠിക്കണം, കടം വാങ്ങണം എന്നൊക്കെ പറയാറില്ലേ. അത് ബോധ്യപ്പെട്ടാൽ അങ്ങനെ പറഞ്ഞു പോകും. അയം ഹി ജീവസ്ത്രിവൃതബ്ജയോനി അവ്യക്ത ഏകോ വയസാ സാധ്യ വിശ്ലിഷ്ടശക്തിർ ബഹുദേവ ഭാതി ബീജാനി യോനിം പ്രതിപദ്യേദ്വത്. ത്രിവൃത്, ത്രിഗുണാത്മിക. ഏകനായ ഭഗവാൻ തന്നെയാണ് ജീവശക്തിയായും പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാര ശക്തിയായും ഒക്കെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ മായാശക്തിയാണ് കാരണജലം. അതിലാണ് നാരായണൻ ശയിക്കുന്നത്. അതിലാണ് അബ്ജം, താമര. അതിലാണ് ബ്രഹ്മാവ്. ആ ചിത്രം പറയാതെ പറയുന്നു. അത് റിഫ്ലക്റ്റിംഗ് മീഡിയമാണ് താമര. റിഫ്ലക്റ്റർ കോൺഷ്യസ്നസ് ആണ് ബ്രഹ്മാവ്. ഇത് കോസൽ ഫോമാണ് ഈ കാരണജലം. സ്നേഹനാനാവസ്ഥ കിഞ്ചന എന്നൊരു പ്രത്യേക രീതിയിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നല്ലപോലെ മനസ്സിനെ സൂക്ഷ്മമാക്കണം. അതീവ സൂക്ഷ്മം പരമാത്മതത്വം ന സ്ഥൂലബുദ്ധിയാ പ്രതിപത്വം അർഹതി. സമാധിന അത്യന്ത സുസൂക്ഷ്മവൃത്തിയാ ജ്ഞാതവ്യം ആര്യേഹി അതിശുദ്ധ ബുദ്ധി. കഠോപനിഷത്തിൽ പറയും, ദൃശ്യതേതു അഗ്രിയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശി. ഇപ്പൊ നമ്മുടെ ദൃഷ്ടിയൊക്കെ ഗ്രോസാണ്, വളരെ സൂക്ഷ്മമാക്കി. എങ്ങനെ സാധിക്കും? ഉപാസനയിൽ കൂടി മാത്രമേ സൂക്ഷ്മമാക്കാൻ, അല്ലാതെ ആവില്ല. യസ്മിന്നിദം പ്രോതമശേഷമോതം പട്ടോ യഥാ തന്തുവിതാന സംസ്ഥ. മറ്റൊരു $1,000,000 എക്സാമ്പിൾ, ഉത്തമ ദൃഷ്ടാന്തം. യസ്മിൻ, യസ്മിൻ ഭഗവതി, യാതൊരു ഭഗവാനിൽ, ഇതം പ്രോതമശേഷമോതം, ഫാബ്രിക് എക്സാമ്പിൾ പറയുന്നു. ഓതപ്രോതമായി ക്രിസ് ക്രോസായി ഊടും പാവുമായി ഈ പ്രപഞ്ചത്തിന്റെ ഊടും പാവും ഭഗവാൻ തന്നെ. ഭഗവാനിൽ നിന്ന് അന്യമായൊരു നിലനിൽപ്പില്ല പ്രപഞ്ചത്തിൽ. ദിസ് വേൾഡ് ഈസ് ഓൺലി എ വേർഡ്, എല്ലില്ലാതെ.
ട്രാൻസാക്ഷണൽ യൂട്ടിലിറ്റി ഉണ്ട്, അനുഭവമുണ്ട്. അനുഭൂതോപ്യയം ലോകോ, പിന്നെയോ യൂട്ടിലിറ്റി ഉണ്ട്. വ്യവഹാരക്ഷമോവിസൻ, വ്യവഹാരക്ഷമതയുണ്ട്, പക്ഷെ സബ്സ്റ്റാൻഷ്യാലിറ്റി ഇല്ല. ഇത് 30 ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ശങ്കരാചാര്യർ ഇത് പ്രൂവ് ചെയ്യും. യസ്മിന്നിദം പ്രോതമശേഷമോദം പടോ യഥാ തന്തുവിതാന സംസ്ഥ, അറേഞ്ച്മെന്റ് ഓഫ് ത്രെഡ്സ്, ഫാബ്രിക്. യേഷ സംസാരതരു പുരാണകർമാത്മക പുഷ്പഫലേ പ്രസൂതേ. ഈ ചിത്രങ്ങളൊക്കെ രാമായണത്തിലുമുണ്ട്. ഭാഷ വേറെ, പറയുന്ന ആൾ വേറെ, കേൾക്കുന്ന ആൾ വേറെ, ശൈലി വേറെ. ഊന്നൽ കൊടുക്കുന്നതിന് എംഫസിസിനും വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. കർമാത്മക, കർമ്മചക്രമാണ്. ഓക്കുപേഷണൽ ഹസാർഡ്സ്, ഏത് ഓക്കുപേഷനും അതുമായി ബന്ധപ്പെട്ട ഹസാർഡ്സ് ഉണ്ടാകും. കർമ്മം നമ്മളെ കുടുക്കും. ഇറ്റ് മൾട്ടിപ്ലൈസ് ആൻഡ് ഇറ്റ് ബൈൻസ്. ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ആക്ടിവിറ്റിയാണോ നമ്മളെ കൊടുക്കും. അതാണ് ഉദ്ധവനോട് പറഞ്ഞത്, നീ അതിനെ ട്രാൻസെൻഡ് ചെയ്യൂ. ആക്ടിവിറ്റി മായയാണ്. ആക്ടിവിറ്റി ഭേദബുദ്ധി ഉണ്ടാക്കും. ആക്ടിവിറ്റി സെൻസ് ഓഫ് ഡൂവർഷിപ്പ് ഉണ്ടാക്കും, കർത്തൃത്വം. ആക്ടിവിറ്റിയാണ് മൾട്ടിപ്ലിസിറ്റി ഉണ്ടാക്കുന്നത്, വെറൈറ്റി. അതുകൊണ്ടാണ് മായയെ ജയിച്ചാൽ മാത്രമേ എന്നെ പ്രാപിക്കാനാവൂ. ആ മായയെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? വ്യവഹാരത്തെ ജയിക്കണം. മീൻസ് വ്യവഹാരം നിർത്തണമെന്നല്ല അർത്ഥം. കണ്ടിന്യൂ ടു ഡു ആൻഡ് എൻജോയ് വിതൗട്ട് സെൻസ് ഓഫ് എൻജോയർഷിപ്പ് ആൻഡ് ഡുവർഷിപ്പ്. ലോകസംഗ്രഹാർത്ഥം തുറന്നോളൂ, നിർത്തണം എന്നല്ല അർത്ഥം. കണ്ടിന്യൂ, ബട്ട് വിത്ത് ദിസ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ച്. അദ്ദേഹത്തിന്റെ രാമായണത്തിൽ ഇത് നല്ലൊരു ചിത്രം തന്നെ തരും. അജ്ഞാനമേവാസ്യൈ മൂലകാരണം തദ്ധാനമേവാത്ര വിധൗ വിധീയതേ. താൻ ആരെന്ന് ശരിക്കറിയാത്തതുകൊണ്ടാണ് ഈ അപൂർണതാബോധം, സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്. അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കർമ്മം. ഇതുകൂടി ആയാൽ ഞാൻ പൂർണ്ണനാകും, ഐ വിൽ ബി മോർ ഹാപ്പി. ഇവൾ കൂടി കൂടെ ഉണ്ടെങ്കിൽ പൂർണ്ണനാകും, ഐ വിൽ ബി മോർ ഹാപ്പി. എന്തുകൊണ്ട്? ഞാൻ അപൂർണ്ണനാണെന്നുള്ള തോന്നലുകൊണ്ട്. ഞാൻ പൂർണ്ണനാണെന്ന് ബോധ്യപ്പെട്ടാലോ പിന്നെ ഇതില്ല. ക്രിയാ ശരീരോദ്ഭവഹേതുരാതൃത പ്രിയ അപ്രിയൗതൗ ഭവതസ്സുരാഗിണ ധർമ്മേതരൗ തത്ര പുനഃശരീരകം പുനഃക്രിയ പുനഃശരീരം പുനഃക്രിയ ചക്രവതീര്യതേ ഭവ. അതാണ് ആ കർപ്പചക്രം. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല. ചെയ്തിട്ടൊരിക്കലും തീർന്നില്ല കർമ്മങ്ങൾ, ചെയ്തതുമൂലം കുരുക്കുകളേറെയായി. ഒന്നഴിയുമ്പോൾ മറ്റൊന്ന് കുരുങ്ങണം. വന്നു പൊട്ടിക്കുകൻ ചങ്ങലക്കെട്ടുകൾ. ഇവിടെ ഈ ജീവഭാവം മിഥ്യയാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മാത്രമല്ല, എന്താണ് സമ്പത്ത്, എന്താണ് വിപത്ത് എന്നും പറയണം. വിപതോ നൈവ വിപത, സമ്പതോ നൈവ സമ്പത്ത്. വിപത് വിസ്മരണം വിഷ്ണോ, സമ്പത്ത് നാരായണ സ്മൃതി. അവിടെയാണ് കുചേരൻ കുബേരനാകുന്നത്. വിസിബിൾ വെൽത്താണ് നാം വെൽത്തായി കാണുന്നത്. ഈ വെൽത്ത് വിസിബിൾ അല്ല, സ്പിരിച്വൽ വെൽത്ത് ഇത് ഇൻവിസിബിൾ വെൽത്താണ്. വിസിബിൾ വെൽത്ത് മുഴുവനും ദാനം ചെയ്തോളൂ, അതിൻ്റെ 10 മടങ്ങ് ഇൻവിസിബിൾ വെൽത്ത് കിട്ടും എന്നാണ് സ്വാമിജി നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. നൽകുന്നതാണ് മുതൽ, നേടുവതല്ല. ചത്തുപോകുന്ന നേരം അത് കൂടെ വരുന്നതുണ്ടോ, ചാകുന്നതെന്നതും അറിഞ്ഞവരാര്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. സമ്പത്ത് നാരായണ സ്മൃതി. അതിന് ഈ നാരായണ സ്മൃതിക്ക് കണ്ണ് തുറക്കണമോ കണ്ണടക്കണമോ, എവിടെയെങ്കിലും യാത്ര ചെയ്യണമോ? വേണ്ട. തിരുപ്പതിയിൽ പോണോ ഗുരുവായൂർ പോണോ എവിടെയും പോണ്ട. ഇരുന്ന ഇരിപ്പിൽ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നമുക്ക് സദാ തൊട്ടറിയാം, ഫീൽ ചെയ്യാം. എന്റെ അകത്തും പുറത്തും. ബ്രഹ്മൈവേദം അമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതഃ ച ഉത്തരേണ അധശ്ചോർദ്ധം പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിതം വരിഷ്ഠം. നമ്മുണ്ടായ മന്ത്രമാണ് ഇവിടെ പറയുന്നത്. യസ്മിന്നിദം പ്രോതമശേഷമോതം പടോ യഥാ തന്തുവിതാന സംസ്ഥ യേഷ സംസാരതരു പുരാണകർമാത്മക പുഷ്പഫലേ പ്രസൂതേ. പുഷ്പം ഭോഗം, ഫലം മോക്ഷം. ദ്വേയസ്യ ബീജേ ശതമൂലസ്ത്രിനാള പഞ്ചസ്കന്ധ പഞ്ചരസപ്രസൂതി. ഇതൊരു വൃക്ഷരൂപ കൽപ്പന. ഇത് വളരെ പോപ്പുലറാണ്. ഇൻഡിവിജ്വൽ തലത്തിലും വൃക്ഷരൂപ കൽപ്പനയുണ്ട്, മാക്രോ തലത്തിലുമുണ്ട്. കഠോപനിഷത്തിൽ ഇത് കാണാം, ഭഗവത്ഗീതയിൽ കാണാം.
പുരുഷോത്തമ യോഗത്തിൽ കാണാം, മുണ്ടകോപനിഷത്തിൽ കാണാം, എല്ലായിടത്തും കാണാം, വിവേക ചൂടാമണിയിൽ കാണാം. ബീജം സംസൃതി ഭൂമിജസ്യതോ തമോ ദേഹാത്മധീരങ്കുരോ രാഗപല്ലവം അമ്പു കർമ്മതു. അവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആചാര്യസ്വാമി സുഖം ദുഃഖം രണ്ട് ഫലങ്ങളുണ്ടെന്ന് പറയില്ല, അവിടേക്ക് അത് പറയും. കാരണം ആചാര്യസ്വാമിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു ഫലമേ ഉള്ളൂ, അതിൻ്റെ പേര് ദുഃഖം എന്നതാണ്. സുഖം എന്ന് നാം ഓമനപ്പേരിട്ട് വിളിക്കുന്നത് പോസ്റ്റ്പോണ്ട് ദുഃഖമാണ്. നാളെ ദുഃഖം തരാൻ പോണതിനെ നമ്മൾ സുഖം എന്ന് വിളിക്കണം. എന്താ കാരണം? ഗീത 5:22 ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖ യോനേവതേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുദ്ധ. എനി അക്കംപ്ലിഷ്ഡ്, എന്ത് നേട്ടമാണെങ്കിലും അതിലെന്തുണ്ട്? ബന്ധക സ്വഭാവമുണ്ട്, അഡിക്ഷൻ കോസിംഗ് ആണ്. അതിൽ അതൃപ്തിയുണ്ട്, അവിടെ തന്നെയുണ്ട്. പൂർണ്ണ തൃപ്തി ഒന്നിനും ഒരു കാലത്തും ഒരാൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയോട്ട് നാളെയുമാവില്ല. ദുഃഖമിശ്രിതത്വം എന്നൊരു ഗുണം, അതിൽ ദുഃഖമുണ്ട്, സുഖത്തിലുണ്ട് ദുഃഖം. സുഖം എന്ന് വിളിക്കുന്നത് പോസ്റ്റ്പോണ്ട് ദുഃഖമാണെന്ന് ആചാര്യസ്വാമി ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ എന്തിനെ ഭയപ്പെടാനായി അറിവ് വന്നു കഴിഞ്ഞാൽ? പിന്നെ എന്തിനോട് രാഗം, എന്തിനോട് ദ്വേഷം, എന്തിനോട് അസൂയ? വിഭൂതി യോഗം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഭഗവാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് അഹങ്കാരം? ഈശ്വരന്റെ സവിശേഷ സാന്നിധ്യമാണ് എന്നിൽ കൂടി പ്രവഹിക്കുന്നത്. എനിക്കതിൽ എന്ത് അഹങ്കരിക്കാൻ? ഏത് നിമിഷവും ഹി ക്യാൻ വിഡ്രോ ഇറ്റ് ഇഫ് ഐ അബ്യൂസ് ഇറ്റ്. അതേമാതിരി അന്യരിൽ സവിശേഷ സാന്നിധ്യം കാണുകയാണെങ്കിൽ എന്തിന് അസൂയപ്പെടണം? അത് സർവേശ്വരന്റെ സവിശേഷ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കും. അതന്തിജൈകം ഫലമസ്യ ഗൃധ്രാ ഗ്രാമേചരാ ഏകമരണ്യവാസ ഹംസായേകം ബഹുരൂപം. രണ്ട് കൂട്ടരാണ് ഈ പക്ഷികൾ. ഒന്ന് ജ്ഞാനികൾ, ഒന്ന് അജ്ഞാനികൾ. അതിനെന്ത് പറയണു? ഒന്നിനെ ഗൃധ്രമായി കാണിച്ചിരിക്കണു, ധ്വനി, ദാറ്റ് ഈസ് വൾച്ചർ, സംസാരി. ഒന്ന് ഹംസ, കാരണം അടുത്ത അധ്യായം ഹംസ ഗീതമാണ് വരുന്നത്. അതിന്റെ കേളിക്കൊട്ടാണ് ഇവിടെ. യസ്തം വേദസ വേദവിത്. ഈ അറിവിന്റെ മുൻപിൽ മറ്റെല്ലാ അറിവും നിഷ്പ്രഭമാകും. കോരി കുടിച്ചിടും തോറും അവയിൽ നിന്നൂറി വരുന്നു പുതിയ സുധാരസം. എന്നിട്ട് കൺക്ലൂഡിങ് വേഴ്സിലേക്ക് കടക്കുന്നു. നമ്മുടെ സമയമായി. ഏവം ഗുരുപാസനൈക ഭക്തിയാ വിദ്യാകുഠാരേണ ശിതേന ധീരഃ വിവർച്ഛ ജീവാശയം അപ്രമത്തഃ ബൈ അലേർട്ട് ലിവിംഗ് സമ്പദ്യജാത്മാനമഥത്യജാസ്ത്രം. ഭക്തിയുടെ കുത്തൊഴുക്ക് കാണാം, പ്രചണ്ഡ പ്രവാഹം കാണാം ഇവിടെ. ഏവം ഗുരുപാസനൈക ഭക്തിയാ, ഗുരു ഉപാസനയാകുന്ന ഏകഭക്തിയാന്ന് പറഞ്ഞാൽ ഏകാഭക്തി. ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞ ഏകാഭക്തിയാണിത്. ഇത് അവസാനം വരെ പോകും. സകല ഭുവനമധ്യേ നിർധനാസ്തേ വിധന്യാ നിവസതി ഹൃദയേഷ ശ്രീഹരേർഭക്തിരേകാ. ആ ഏകാഭക്തിയാണിത്. അൺഡിവൈഡഡ് ലോയലിറ്റി, അവ്യഭിചാരിണീ ഭക്തി, വൈശാരദി ഭക്തി. അതാണ് വിവർച്ഛ ജീവാശയം അപ്രമത്തഃ സമ്പദ്യജാത്മാനം അധത്യജാസ്ത്രം എന്ന് പറഞ്ഞ എന്താത്രം? അസ്ത്രത്തെയും വിടണം. എന്തിനെ കൊണ്ടാണോ ആ വൃക്ഷം വെട്ടിയത് അതും വിടണം. കാലിൽ മുള്ളൊന്നു കൊണ്ടാൽ മുള്ളേ പറ്റൂ, പക്ഷെ പിന്നെ രണ്ടിനെയും വിടണം. ഇതിനെ വിടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്രയത്തെ വിടണം. പിന്നെ ഏത് ജ്ഞാനം കൊണ്ടാണോ ഈ പദവിയിലെത്തിയത്, ജ്ഞാനത്തെയും വിടണം. കാരണം ജീവൻ മുക്തൻ ജ്ഞാനിയുമല്ല അജ്ഞാനിയുമല്ല, ബദ്ധനുമല്ല മുക്തനുമല്ല. ആ അബ്സല്യൂട്ട് കേവല തലത്തിൽ ഈ പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സും ഈ വിധി നിഷേധങ്ങളും എല്ലാം വ്യവഹാര തലത്തിലുള്ള എല്ലാത്തിനെയും ട്രാൻസെൻഡ് ചെയ്തിട്ടാണ് പാരമാർത്ഥിക തലത്തിൽ ഈശ്വര സൃഷ്ടിയിലെത്തുന്നത്. അവൻ ഈശ്വരൻ തന്നെ. ബ്രഹ്മൈവ, നോട്ട് ബ്രഹ്മവിത്ത്. ബ്രഹ്മത്തെ അറിയുന്നവനല്ല, ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത്. ബ്രഹ്മൈവ സർവഭൂതാനി, ബ്രഹ്മൈവ സർവനാമാനി, രൂപാണി ച വിവിധാനി ച കർമാണ്യവി സമഗ്രാണി വിഭർത്തീതി ശ്രുതിർജഗൗ എന്ന് ആചാര്യസ്വാമി മറ്റൊരിടത്ത് പറയും. ഈ ആശയം പറയും. സർവത്ര ഈശ്വര ദർശനം. എൻ്റെ ശരീരത്തിലും പുറത്തും, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും എനിക്ക് തൊട്ടറിയാൻ, ഫീൽ ചെയ്യാൻ കഴിയുന്നു സദാ സർവശഃ, എല്ലാ പ്രകാരത്തിലും, എല്ലാ സമ്പ്രദായങ്ങളും, എല്ലാ മൂർത്തികളും, എല്ലാ ആശയങ്ങളും. ജീവനും ഈശ്വരനും ജഗത്തും മൂന്നില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ജീവഃ മിഥ്യാ
പ്രതിബിംബത്വാ പ്രപഞ്ചോപി മിഥ്യ സ്വപ്നവത് അവസ്ഥാത്രയ സാക്ഷി ഏവ സത്യം. അവസ്ഥാത്രയം ജാഗ്രത സ്വപ്ന സുഷുപ്തി മിഥ്യ. എന്തുകൊണ്ട്? വ്യഭിചര സ്വരൂപത്വാ. ഇതാണ് മൂലമന്ത്രം. അതിൻ്റെ ലാഭരക്ഷമാണ് ഇവിടെ 24 ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ഇത് സാധാരണ സത്സംഗമാണെന്ന് ധരിക്കരുത്. അത് തന്നെ അതിന് മഹിമയുമുണ്ട്. പക്ഷേ ഇവിടെ സത്ത് ഈശ്വരനാണ്, സംഘം ഭക്തിയാണ്. ഇത് നിർഗുണ നിരാകാര അദ്വൈത ഭക്തിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ഉദ്ധവനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മെ ഓരോരാളെ. ഇതിന് മുൻപിൽ മറ്റെല്ലാം നിഷ്പ്രഭം. ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങളെ ഞാൻ പ്രണമിക്കുന്നു. എൻ്റെ വാക്കുകളെല്ലാം ഒരു പുഷ്പാഞ്ജലിയായി സർവേശ്വരൻ്റെ ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ. ഹരി. ഇനി പിരിയണം അരങ്ങിൽ നിന്ന് ഉടൻ. വേണ്ടേ? വേണം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. സമയമായാൽ എല്ലാവർക്കും പോകണം. തുടങ്ങിയതൊക്കെ നിർത്തണം. കൃഷ്ണ.